രാജാവിനോട് കാര്യങ്ങൾ സംസാരിച്ചു. നേരെ ഓപ്പോസിറ്റാണ് സംസാരിക്കുന്നത്. ഞങ്ങളെ നാട്ടിൽ നിന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് രാജ്യം വിട്ടു പോന്നിട്ടുണ്ട്. ഓരോക്കൊണ്ട് ഞങ്ങൾ തന്നെ ആകെ ഇടങ്ങേറായിരുന്നു. ഇവിടെ വന്നാലും ഒരു ഇടങ്ങേറെ ഉണ്ടാക്കുള്ളൂ ഞങ്ങൾക്കറിയാം. നിങ്ങളെ നാടും കൂടി കേടെടുത്തണ്ട, അവരെ ഞങ്ങൾ തന്നെ കൊണ്ടുപോയിട്ട് ഞങ്ങൾ തന്നെ നേരായിക്കോളാം എന്ന് പറഞ്ഞിട്ടാണ്. നജാഷി രാജാവ് ഒരു കാര്യം ചെയ്തു. കുറ്റാരോപിതരായ ആളുകളോട് വിളിച്ചന്വേഷിക്കുക എന്നുള്ളത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കടമയാണ്. അതുകൊണ്ട് ഞാൻ അവരെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചതിന് ശേഷം വേണ്ടതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അബൂ സുഫിയാൻ മുന്നിലും മുസ്ലിങ്ങളായിട്ട് നജാഷി രാജാവിൻ്റെ നാട്ടിലേക്ക് വന്ന ആളുകളെ ബാക്കിൽ ഇരുത്തിയിട്ട് നജാഷി ചോദിച്ചു അബൂ സുഫിയാനോട്. ഒപ്പമുള്ള ആൾക്കാരോട് പറഞ്ഞു, നുണ എന്തെങ്കിലും പറയണമെങ്കിൽ നുണ പറഞ്ഞു നിങ്ങൾ പറയണ്ട, കണ്ണുകൊണ്ട് ഇങ്ങനെ അമ്മയും കാണിച്ചെന്നാൽ മതി എന്ന് പറഞ്ഞു. അതിൽ അബൂ സുഫിയാൻ ആളെ കുടുങ്ങി. എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിൽ മുഹമ്മദ് എന്നൊരാൾ പ്രവാചകനാന്ന് പറയുമ്പോൾ ചോദിച്ചു. ആണെന്ന് പറഞ്ഞു. ആദ്യം ചോദിച്ചത് ഒറ്റ കാര്യമാണ്, അദ്ദേഹത്തിന് എത്ര വയസ്സായി? 40 വയസ്സ്. ഇതുവരെയായി അദ്ദേഹം വല്ല കളവും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നുണ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ചോദിച്ചു. അതിൽ അബൂ സുഫിയാൻ പറഞ്ഞു, ഇതുവരെ നുണയൊന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയുമോന്ന് എനിക്കറിയില്ല. അങ്ങനെ പരമാവധി പറയാൻ കഴിയുമെന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ കാര്യം പറഞ്ഞിടത്തോളൊന്നും പറയാൻ കഴിയില്ല, ഇനി പറയാനറിയില്ല. അപ്പം നജാഷി രാജാവ് പറഞ്ഞിട്ടേ 40 വയസ്സ് വരെ ഒരാൾ കളവ് പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി അയാൾ പറയാൻ സാധ്യതയില്ല. കാരണം ഒരാൾ നുണ അറിയണമെങ്കിൽ 40 വയസ്സിന് മുമ്പ് പറയേണ്ടത്. 40 വയസ്സ് വരെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി പറയാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞപ്പോൾ ഫലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലെ മുക്രി അപ്പുറത്തിരിക്കുന്നുണ്ട്. മുക്രി എന്ന് ഞാൻ പറഞ്ഞാണ് എൻ്റെ നോട്ടക്കാരൻ. മുക്രി കാക്കണ്ടാവും. മൂപ്പർ പറഞ്ഞു, എനിക്കൊരു കാര്യം പറയേണ്ടത്. അതിന് മുമ്പ് ഈ സംഭവം കൂടി ഉണ്ട്. പിന്നെ ജീവിതത്തിൽ കഴിഞ്ഞ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കേണ്ടത്. അപ്പോൾ ഇത് പറയുന്നുണ്ട്, മിഅ്റാജിനെ കുറിച്ച് അബൂ സുഫിയാൻ പറയുന്നുണ്ട്. ഒരു ദിവസം രാത്രിയിൽ ഉറങ്ങുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റിട്ട് ഇങ്ങളെ നാടായ ബൈത്തുൽ മുഖദ്ദസിൽ ഇങ്ങോട്ട് വന്നു. അവിടുന്ന് 7 ആകാശങ്ങൾ കയറിയിട്ട് അള്ളാഹുവിനെ കണ്ട് മുനാജാത്ത് നടത്തിയിട്ട് ബൈത്തുൽ മുഖദ്ദസിനെ മടങ്ങിയെത്തി നേരം പുലർന്നപ്പോഴേക്ക് വീട്ടിലേക്ക് തന്നെ മടങ്ങിയെത്തി എന്നും പറഞ്ഞിട്ടുണ്ട്. ഈ സംഭാഷണം ദീർഘമായ സംഭാഷണമാണ്. അപ്പോൾ ഇതും കൂടി പറഞ്ഞിട്ടുണ്ട്. വേറെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനെ കേട്ടപ്പോൾ ബൈത്തുൽ മുഖദ്ദസിനെ മുപ്പിരിക്കാത്ത വീശിട്ട് പറഞ്ഞു, എനിക്കൊരു കാര്യം പറയേണ്ടത് എന്ന് ചോദിച്ചു. ഒരു ദിവസം രാത്രിയിൽ പള്ളിയിൽ നിന്ന് എല്ലാവരും പോയി. ഞാൻ സാധാരണഗതിയിൽ രാത്രി എല്ലാവരും പോയി കഴിഞ്ഞതിന് ശേഷം പള്ളിയുടെ വാതിലുകളെല്ലാം അടച്ചു പോകലാണ് പതിവുള്ളത്. അവരെ സംസാരിക്കണ്ടോ? സംസാരിക്കണില്ല. അല്ലല്ല ആ കോളേജിലും അല്ല, അത് കൊണ്ടുതന്നെ നാളെ ഞാൻ വിളിച്ചു അപ്പോ മുപ്പിരിക്കാത്ത എന്ത് പറഞ്ഞു, എനിക്കൊരു സംഭവം പറയണ്ടായിരുന്നു. എന്തെന്ന് ചോദിച്ചു. ഞാൻ എല്ലാ ദിവസവും ആളുകളൊക്കെ പോയതിന് ശേഷം വാതിലൊക്കെ അടച്ചിട്ട് പോകാനാണ് പതിവ്. ഒരു ദിവസം രാത്രി എല്ലാവരും പോയി ഞാൻ തലക്കുന്ന വാതിലടച്ച് ഇങ്ങനെ വന്ന് ഒരു വാതിലിൻ്റെ അടുത്ത് എത്തിയപ്പോൾ എങ്ങനെ അടച്ചിട്ട് അടിയില്ല, എത്ര അടച്ചിട്ട് അടിയണില്ല. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, എല്ലാവരും പോയില്ലേ, ഇനിയിപ്പോൾ അടച്ചില്ലെന്നൊന്നും ആരും നോക്കാൻ വരുന്നില്ലല്ലോ. നേരം കൊടുക്കുമ്പോൾ നേരത്തെ ഞാൻ വരും ചെയ്യും. തൽക്കാലം അത് ചാരിച്ച് മതി ഞാൻ പോയി. നേരം കൊടുത്ത് വന്നു നോക്കുമ്പോൾ ആ വാതിൽ തുറന്നിടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്ത് നമ്മൾ കുതിരനെ കെട്ടിരുന്ന ഒരു കല്ലില്ലേ, അതിന്മേൽ കുതിരനെ കെട്ടിട്ടതിൻ്റെ അടയാളമുണ്ട്. എൻ്റെ മിക്കവാറും ഉറപ്പ് ഇവർ ഈ പറഞ്ഞ സംഭവം അന്നായിട്ട് ഉണ്ടായിട്ടുണ്ടാവുക. അങ്ങനെ പലസ്തീനിലേക്ക് പിന്നെ അക്കാലത്ത് ഹിജ്റ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞതാണ്. അതുപോലെ ത്വായിഫിലേക്ക് ഹിജ്റ പോയിട്ടുണ്ട്. ഈ പലസ്തീനിലേക്ക് ആദ്യം ഹിജ്റ പോയ ആൾക്കാർ മക്കയിലെ സാഹചര്യം അനുകൂലമായപ്പോൾ മടങ്ങി വരുമ്പോൾ ഓരോട് നജാഷി രാജാവ് പറയുന്നുണ്ട്, ഇനി നിങ്ങൾ വരുമ്പോൾ പറ്റുകയാണെങ്കിൽ മുഹമ്മദിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടെന്നാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ നല്ലോണം നോക്കിക്കൊണ്ട് ഇവിടെ ഒരു കുഴപ്പം സംഭവിക്കില്ല,
അങ്ങനെ ഇനി ഈ ആൾക്കാർ രണ്ടാമത് പോകുമ്പോൾ നബി ഞങ്ങളെ പരമാവധി വിളിക്കുകയുണ്ട്. ഇവിടെ ഞങ്ങളൊപ്പം പോയി ഇവിടെ അങ്ങനെ അടങ്ങാറാവണ്ട, നമുക്ക് പലസ്തീനിൽ പോയാലും സുഖമായിട്ട് ജീവിക്കാം. പക്ഷെ നബി ഞങ്ങൾ പോയില്ല, കാരണം അള്ളാഹുവിന്റെ സമ്മതം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഈ സമ്മതത്തെ പ്രതീക്ഷിച്ച് ഇങ്ങനെ കുറേ ആയിട്ട് കാത്തിക്കുകയാണ്. അവസാനം ഒരു ദിവസം സമ്മതം കിട്ടുന്നു, ഇറങ്ങുന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ യാത്ര ചെയ്യുന്നു. സൗർ പർവ്വതത്തിന്റെ ഗുഹയിൽ അഭയം പ്രാപിക്കുന്നു. ഒരു തള്ളയായ പ്രാവ് ആ ഗുഹയുടെ മുൻവശത്ത് അടയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഓരോ പേരക്കുട്ടിക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും തീർച്ചയാക്കിയിട്ട് പോകുമ്പോൾ മദീനത്ത് മഹത്വം നൽകുന്നു. എന്തേ ആ പ്രാവ് വലതോരു വലിയ തള്ള പ്രാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾക്ക് കാവലിരുന്നു 3 ദിവസം. അതാണ് ചെയ്തതാണ്. ഞങ്ങൾ മദീനയിലും മക്കയിലും ചെന്ന് നോക്കിയാൽ പ്രാവുകൾക്ക് ഭക്ഷണം കൊടുക്കൽ പ്രധാനമായ വിഭാഗത്തായി കാണുന്നു. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ പോകുമ്പോൾ തന്നെ പ്രാവിന് കൊടുക്കാനുള്ള ഭക്ഷണം കൊണ്ടുപോകുന്നു. ആകണ്ടായത് ഓരോ വല്യമ്മ നബി തങ്ങൾ താമസിച്ചൊരു ഗുഹന്റെ മുഖത്തിൽ 2 മുറികെട്ട് കണ്ട് കുറച്ചേരം കൊടുത്തിരുന്നതാണ്. ആ ഖുറൈശികൾ തരാൻ വേണ്ടി വന്നപ്പോൾ അവിടെ നിന്ന് ഇരുന്നെടുത്തു എന്നതാണ്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എത്തി ആദ്യം ഗുഹയിലേക്ക് പ്രവേശിക്കുന്നു. മുത്തുനബിയോട് പറഞ്ഞു, നബിയേ, ഈ ഗുഹയിൽ വല്ല വിഷജന്തുക്കളും ഉണ്ടാകുമോ എന്ന് എനിക്ക് ഭയം തോന്നുകയാണ്. നിങ്ങളവിടെ ഇരിക്കി, ഞാനൊന്ന് പോയി നോക്കട്ടെ. സിദ്ദീഖിന് എന്തേലും പറ്റിയാൽ സിദ്ദീഖാണ് പോയി എന്നല്ലുള്ളൂ, ഇങ്ങക്ക് പറ്റിയാൽ ദീനിനാണ് പറ്റുക. അതുകൊണ്ട് നിങ്ങളവിടെ ഇരിക്കി, ഞാൻ പോകാം. ഗുഹയുടെ അകത്ത് ചെന്ന് തൻ്റെ കൈവശമുണ്ടായിരുന്ന വസ്ത്രത്തിൽ നിന്ന് കീറിയെടുക്കാൻ കഴിയുന്നത്രയും ഭാഗം കീറിയെടുത്ത് ആ വലിയ പൊത്തിലുണ്ടായിരുന്ന ചെറിയ പൊത്തുകൾ നടക്കുന്നു. അവസാനം ഒന്ന് ബാക്കിയായപ്പോ കാലിന്റെ പെരുവിരൽ അതിലേക്ക് തിരികെ വെച്ചിട്ട് നബി തങ്ങളെ വിളിക്കുന്നു. നബിയെ ഇങ്ങോട്ട് വരും. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നു. മുസ്തഫ നബി തങ്ങളെ കാണുന്നതിന് വേണ്ടി വർഷങ്ങളോളമായി അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആ ഗുഹയിൽ താമസിക്കുന്ന ഒരു സർപ്പം, അത് ജിന്നുകളിൽപ്പെട്ട ഒരു സർപ്പമാണ് എന്ന അഭിപ്രായമുണ്ട്. എന്തോ ആവട്ടെ, ഒരു സർപ്പം അള്ളാഹുവിനോട് ഒരുപാട് കാലം ഇബാദത്ത് ചെയ്തിട്ട് അള്ളാഹുവിനോട് ചോദിച്ചു പഠിച്ചോനെ എനിക്ക് അവസാന നബിയൊന്ന് കാണണം, അതിനൊരു വഴി പറഞ്ഞു കൊടുത്തതാണെന്നാണ് ഈ ഗുഹയിൽ പോയിരുന്നാൽ മതി. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ നബിതങ്ങൾ വന്ന വിവരം കിട്ടിയിട്ട് മൊത്തം തിരഞ്ഞു നോക്കുമ്പോൾ ഫുള്ള് ബന്ധാണ്. അവസാനത്തെ ഒരു സ്ഥലത്തെത്തിയപ്പോ കാലിന്റെ തള്ളാമെല്ലാം കണ്ടത് കൊടുത്തു ആഞ്ഞു കൊത്തി. സത്യത്തിൽ അവിടെ ഒരു സംഭവമുണ്ട്. ഈ പാമ്പിന്റെ സാന്നിധ്യം ഈ ഗുഹയിൽ കണ്ടതിനാലാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യം കയറി പുറത്തിറങ്ങുന്നത്. അവസാനം ഒന്ന് ബാക്കിയായപ്പോൾ കാല് വെക്കണത് പാമ്പുണ്ട് എന്നുള്ള ഉറപ്പോടുകൂടെയാണ്. അതായത് ഇഷ്കിന്റെ അമൽ എന്ന് പറയുന്നത് ചിന്തകൾക്കപ്പുറമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞത് നല്ലോണം മനസ്സിലാക്കി. ഇന്നത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇഷ്ക് ഉണ്ടാവണം എന്നതിൽ ആർക്കും തർക്കമില്ല. ഇഷ്കിന്റെ പ്രവർത്തനത്തിലാണ് തർക്കമുള്ളത്. ഇഷ്കിന്റെ പ്രവർത്തനം എന്താണെന്ന് ആശിക്കായ മനുഷ്യനാണ് തീരുമാനിക്കുക, മറ്റൊരാളല്ല. ഞാൻ ഈ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടെന്ന് അറിയാം. ഇന്നത്തെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇഷ്ക് വേറൊരാൾക്കും ചെയ്യേണ്ടത് എന്താണെന്ന് വേറൊരാൾ പറഞ്ഞു കൊടുക്കുകയാണ്. ആശിക്കായ മനുഷ്യൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രസംഗിക്കുന്നത് വേറെ ആൾ, അയാൾക്ക് ഇഷ്ടില്ല. ഇഷ്ടുള്ള ആൾക്ക് വേറെ. അപ്പൊ ആശിക്ക് വേറെയും പറഞ്ഞു കൊടുക്കുന്ന ശരിക്ക് ഇഷ്കിന്റെ അമൽ തീരുമാനിക്കേണ്ടത് ആശിക്കാണ്, വേറെ ആളല്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രവർത്തനം പരിശോധിച്ചാൽ ഒറ്റ കാര്യം മനസ്സിലാവും. സർപ്പമുണ്ടെന്ന് അറിഞ്ഞിട്ടാണ് കാല് വെക്കുന്നത്. നിങ്ങൾ നോർമലായി ആലോചിച്ച് നോക്കി, പാമ്പിന്റെ മുമ്പിൽ കാല് വെക്കുന്നതിന്റെ മതപരമായ ഹുക്കം എന്താ? ദീനിയായ അതിന്റെ ഹുക്കം പാടില്ലാത്തതാണ്, ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇഷ്ക് ഹുക്കുമുകൾക്കപ്പുറത്താണ്. മനസ്സിലാകുന്നില്ല കുറച്ചനെ?
സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പാമ്പിന് കാല് വെച്ച് കൊടുത്തതിനാൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന്റെ സ്വർഗ്ഗത്തിലെ ദർജ കൂടുന്ന കുറയുന്ന നമ്മളെ അഭിപ്രായം, കൂടുന്നാണ് അഭിപ്രായം. എന്നാൽ ഈ പ്രവർത്തനം എന്താ ശരിക്കും? ഈ പ്രവർത്തനം എന്ന് പറയുന്നത് പ്രവർത്തനത്തിന്റെ ചട്ടക്കൂടിന്റെ പുറത്താണ്. പാമ്പുണ്ടെന്നറിഞ്ഞാൽ കാല് വെച്ചു കൊടുക്കാൻ പാടില്ലാത്തതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്കാഡിന് കയറിയത് മുസ്തഫ നബി തങ്ങൾ വഫാത്തായി എന്ന് കേട്ടപ്പോഴാണ്. ആയിഷ ബീവിയുടെ വീട്ടിലാണ് കിടക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു വന്നിട്ട് വാളിന് തോരി പിടിച്ചിട്ട് പറഞ്ഞു, ആരെങ്കിലും മുഹമ്മദ് നബി വഫാത്തായി എന്ന് പറഞ്ഞാൽ കോട്ടലും മത്തലും ഉണ്ടാവില്ല. അങ്ങനെ പറയാൻ പാടുണ്ടോ? അങ്ങനെ പറയാൻ ശരിക്കും നിയമപ്രകാരം പാടില്ലല്ലോ. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞതിനാൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ദർജ സ്വർഗ്ഗത്തിൽ കൂടി എന്നാണോ കുറഞ്ഞു എന്നാണോ നമ്മുടെ അഭിപ്രായം? കൂടി എന്നാണ് അഭിപ്രായം. ഇഷ്കിന്റെ അമൽ ആഷിഖാണ് തീരുമാനിക്കാറല്ല. നിലവിൽ സംഭവിച്ചത് എന്താ വെച്ചാൽ ഇഷ്ക് വേറൊരാൾക്കും ആഷിഖ് വേറൊരാൾക്കാണ്. ഇഷ്ക് വേറെ കൂട്ടരാണ്. ഓരോ പലതും ഇങ്ങനെ ചെയ്യുമ്പോൾ ആഷിഖ് അല്ലാത്ത ആൾക്ക് തോന്നുകയാണ് അത്തിരിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ചായം സ്ഥിരമായിരുന്നു. എന്താണ് സംഭവിക്കുന്നത്? ഇഷ്കുള്ളവനാണ് തീരുമാനിക്കേണ്ടത് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ എന്തും ചെയ്യും, കാരണം അവൻ്റെ ഇഷ്കിന്റെ അടിസ്ഥാനത്തിലാണ്. ഇഷ്കാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തി. മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് അറിയാതെ ഇറ്റി വീണ രണ്ടിറ്റ് കണ്ണുനീര് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശറഫാക്കപ്പെട്ട വട്ടമുഖത്ത് വീണപ്പോ ഞെട്ടിയുടർന്ന നബി തങ്ങൾ ചോദിച്ചു, മാലകയാ സിദ്ദീഖ്, സിദ്ദീഖ് എന്ത് പറ്റി? പാമ്പ് പിടിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാലെടുത്തു ശറഫാക്കപ്പെട്ട ഉമ്മയെടുത്തിട്ട് തേച്ചു കൊടുത്തു. വിഷം ഇറങ്ങി. ഉമർ റളിയല്ലാഹു അൻഹു ഷഹീദാകാൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഷഹീദാകാൻ, അലി റളിയല്ലാഹു അൻഹു ഷഹീദാകാൻ. 4 ഖലീഫമാരിൽ ഒന്നാം സ്ഥാനത്തുള്ള സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മാത്രം വാളുകൊണ്ട് വെട്ടിക്കിട്ടി ഷഹീദായിട്ടില്ല. എന്നാൽ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഷഹീദിന്റെ കൂലി കൊടുക്കുന്നത് ഈ പാമ്പ് കടിച്ച വിഷമങ്ങിയിട്ടാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ഷഹീദിന്റെ കൂലി ലഭിക്കുന്നത്. മറ്റൊരു പൊക്കെ വെട്ടിക്കിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലെടുക്കാൻ പറഞ്ഞു. ശറഫാക്കപ്പെട്ട ഉമിനീര് മാത്രം പഠിച്ചാൽ മതി. നബി നിങ്ങളെ പഠിക്കാൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശറഫാക്കപ്പെട്ട ഉമിനീര് മാത്രം പഠിച്ചാൽ മതി. വബി ഖൈസിഹിം വഖതാദതിൻ മനൈനു ردد بكف المصطفى الحسنائي. ഖൈസ് റളിയല്ലാഹു അൻഹു ഖത്താദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് അമ്പ് കൊണ്ടിട്ട് അമ്പൻ പറിച്ചപ്പോൾ അതിൻ്റെ കണ്ണിന് പോയാണ്. ആ കണ്ണ് എടുത്തിട്ട് നബി തങ്ങൾക്ക് തിരിഞ്ഞ് പറഞ്ഞു, പൊന്നാൽ നബി ഇതിൻ്റെ കണ്ണ് വേണം, ഞാൻ പുതിയ പെണ്ണിട്ടത് എങ്ങനെ കണ്ണില്ലാതെ പേരേക്ക് പോകാമെന്ന് ചോദിച്ചു. അതിൽ ചോദിച്ചു, ഖത്താദ ഇങ്ങക്ക് ഈ ഒരു കണ്ണിന് പകരം നാളെ സ്വർഗത്തിൽ 2 കണ്ണുകൾ വാങ്ങി തന്നാൽ പോലെ ചോദിച്ചു. സ്വർഗത്തിൽ 2 കണ്ണ് പറഞ്ഞാൽ സ്വർഗ ജീവിതമാണ്. നെരിയാണിക്ക് താഴെ വസ്ത്രം വലിച്ചിഴക്കുന്നവന്റെ വസ്ത്രം നരകത്തിലാണ് എന്ന് പറഞ്ഞാല് ഓ നരകത്തിലാണ് തന്നെ അതിൻ്റെ അർത്ഥം. അല്ലാതെ വസ്ത്രം എടുത്തുള്ളൂ ഓ എടുത്തുള്ളൂ അല്ല. ഇതുപോലെ സ്വർഗത്തിൽ 2 കണ്ണുകൾ വാങ്ങിത്തരാന്ന് പറഞ്ഞാൽ കണ്ണ് മാത്രം സ്വർഗത്തിലെ മുമ്പിൽ വേറെ എവിടെയൊന്നല്ല. അതിൻ്റെ അർത്ഥം തന്നെയാണ് സ്വർഗത്തിൽ നിങ്ങൾ കടത്തി തരാൻ പോയെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു കണ്ണിന് പകരം നാളെ 2 കണ്ണ് പോലെയോ കത്താതാന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, നബിയെ പോരാ പറ്റില്ല, ഞാൻ പുതിയ പെണ്ണിട്ടിയ. എനിക്ക് ഈ യുദ്ധം കഴിഞ്ഞിട്ടാണ് ചന്ദ്രന്റെ പെണ്ണുങ്ങളിലേക്കാണ് ചെല്ലുമ്പോൾ കണ്ണില്ലാത്ത ആദ്യരാത്രിക്കാൻ ചെല്ലാൻ പറ്റൂല. അതുകൊണ്ട് എനിക്ക് ഇവിടുന്ന് ഈ കണ്ണിന് വേണം. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, സ്വർഗത്ത് നിങ്ങൾ 2 കണ്ണ് തരാമെന്ന് പറഞ്ഞത് ക്യാൻസലാക്കാൻ പാടില്ല. വർത്താനം ഒരുമാതിരി വർത്താനം അറിയില്ല. നമ്മൾ പറയേണ്ട നേരത്ത് പറയണമല്ലോ, അതാണ് സംഗതി. കോടതി പിരിഞ്ഞതിന് ശേഷം പിന്നെ ഐഡിയ കിട്ടിയിട്ട് കാര്യമില്ല. തൂക്കാൻ വിധിച്ചു, പിന്നെ അവൻ കുറെ ഐഡിയ തിന്നിട്ട് എന്താ കാര്യം? അതാ വിധി വരുന്നതിന് മുന്നേ കോടതി പറയാൻ വേണ്ടി പറഞ്ഞല്ലോ.
പറ്റൂല, എനിക്ക് ഈ കണ്ണുവിടുന്ന ആണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, പിന്നെ ഞാൻ 2 കണ്ണ് സ്വർഗത്തിൽ തരാമെന്ന് പറഞ്ഞത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല, എനിക്ക് പറയുന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഒന്ന് ചിരിച്ചിട്ട് ആ കണ്ണ് വാങ്ങി വിസ്മയിച്ച് ആ കുഴീനം വെച്ചിട്ട് ശരഭാക്കപ്പെട്ട ഉമിനീരെടുത്ത് തേച്ചു കൊടുത്ത് 10ാം തവണ പറയാണ്, എനിക്ക് പിന്നെ ആ കണ്ണിന് ചെങ്കൺ കൂടി ഉണ്ടായിട്ടില്ല. മുത്തുനബിയുടെ ഉമിനീര് മാത്രം പഠിച്ചാൽ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നാട്ടിൽ നിന്ന് ചേരമാൻ പെരുമാൾ മഹാരാജാവ് ഇസ്ലാം സ്വീകരിക്കാൻ പോയ കാര്യമുണ്ട്. ചേരമാൻ പെരുമാൾ ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടി പോയി മക്കയിലേക്ക്. അങ്ങനെ മക്കയിൽ ചെന്ന് ഇസ്ലാം സ്വീകരിച്ച് ചേരമാൻ പെരുമാൾ താജുദ്ദീൻ, ഹാജി താജുദ്ദീൻ റളിയല്ലാഹു അൻഹു എന്ന പേരൊക്കെ സ്വീകരിച്ച് കുറെ കാലം അവിടെ ജീവിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുകയാണ്. അങ്ങനെ ആ സമയത്ത് താജുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ പോരാൻ കുറെ ആൾക്കാർ തയ്യാറുണ്ട്, കേരളത്തിലേക്ക് ദീനി പ്രബോധനത്തിന് വരാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും ഇല്ലാത്തൊരു പ്രത്യേകത താജുദ്ദീൻ റളിയല്ലാഹു അൻഹുവിനുണ്ട്. താജുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ കാത് വലുത്. മുമ്പ് നമ്മളൊക്കെ നാട്ടില് അമുസ്ലിങ്ങളായ ആളുകൾ പുരുഷന്മാരെ കാതിൽ ആഭരണം ധരിക്കൽ പതിവുണ്ട്. ഇത് താജുദ്ദീൻ റളിയല്ലാഹു അൻഹു രാജാവും കൂടി ആവുമ്പോൾ അതിനനുസരിച്ച് ഇട്ടിട്ടുണ്ടാവുമല്ലോ. കാത് 2 കൂടി ഇങ്ങനെ തൂങ്ങിയിട്ടുണ്ട്. ഒപ്പമുള്ള ആൾക്കാർക്ക് അതില്ല. അപ്പൊ മൂപ്പർക്ക് ഈ കാത് ഏറ്റവും ഒപ്പം പോകാനൊരു പ്രയാസം. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നിട്ട് പറഞ്ഞു, എനിക്ക് ചെറിയൊരു അടങ്ങലുണ്ട്. എന്താ വെച്ചു, എൻ്റെ കാത് നോക്കാൻ ഇങ്ങനെ എൻ്റെ ഒപ്പം പോലും എന്താ അതിനൊരു പരിഹാരം എന്ന് വെച്ചപ്പോൾ ശറബാക്കപ്പെട്ട ഉമിനീര് എടുത്തുകൊണ്ട് ഒന്നിങ്ങനെ പിടിച്ചപ്പോൾ അതിന് ഭയമായപ്പോൾ പറഞ്ഞിട്ട്, താജുദ്ദീൻ, ഞാൻ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്വർഗത്തിൽ എന്തെങ്കിലും ഒരു ആഭരണം അണിയിക്കണമെന്ന് വിചാരിച്ചിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ട് നിൽക്കട്ടെ എന്ന് പറഞ്ഞു. താജുദ്ദീൻ റളിയല്ലാഹു അൻഹു ഒരു കാത് ചെറുതും ഒരു കാത് വലുതുമായിരുന്നു എന്നാണ്. രണ്ടാമതും പിടിക്കാൻ അയച്ചില്ല. പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുസ്തഫ നബി നിങ്ങളുടെ ഉമിനീര് മാത്രം പഠിച്ചാൽ തന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് മനസ്സിലാവുന്നതാണ്. പഠിച്ചോലെ അവസാനിക്കാത്ത അള്ളാഹുവിന്റെ ദുനിയാവിൽ ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ, മുഹമ്മദ് നബിയാണ്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അശ്ശഫീഇൽ മുഖ്താരി വൽ ഹബീബിൽ അറബി. അതുകൊണ്ട് വിഷയത്തിലേക്ക് തന്നെ മടങ്ങി വരുന്നു. അങ്ങനെ സൗർ പർവ്വതത്തിന്റെ ഗുഹയിൽ താമസിച്ച് വീണ്ടും ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൽപ്പന കിട്ടി. 2 പേരും ഒരു വാഹനപ്പുറത്ത് കയറി യമനിന്റെ ഭാഗത്തേക്ക് പോകുന്നു. വളഞ്ഞു തിരിഞ്ഞ് മദീനയിലേക്ക് യാത്രയായി. അപ്പോഴേക്ക് ഏകദേശം ഖുറൈശികളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖും പോയി എന്ന വിവരം പറഞ്ഞു. അവർ പ്രഖ്യാപിച്ചു, ജീവനോടെയോ ജീവനില്ലാതെയോ മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുവരുന്ന ആൾക്ക് 100 ഒട്ടകം സമ്മാനമായി പ്രഖ്യാപിക്കുന്നു. ആ 100 അവിടെയും കാണും. ഏത് 100? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അന്നത്തെ വലിയ സംഖ്യയാണ്. നമ്മൾ ഓസ്കാർ അവാർഡ് എന്നൊക്കെ പറയില്ല, വലിയ ഏറ്റവും വലിയ അവാർഡ്, അന്നത്തെ വലിയ സംഭവമാണ്. 100 ഒട്ടകം ഖിയാമായി പ്രഖ്യാപിക്കുന്നു. അത് കേട്ടപ്പോൾ ഇങ്ങനെ കുറെ ആൾക്കാർക്ക് അങ്ങനെയാണെങ്കിൽ താല്പര്യമില്ലല്ലോ, ഒന്ന് നോക്കിയാൽ. അങ്ങനെ 4 ഭാഗത്തും ആൾക്കാർ ഇങ്ങനെ തെരഞ്ഞു പോവുകയാണ്. ഒരു ജൂതനായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ പോകുന്ന വഴിയിലും എത്തി. ദൂരെ നിന്ന് നബിയും സിദ്ദീഖുൽ അക്ബറും പോകുന്നതിനെ കണ്ടു. ഒന്നുമില്ല, എന്റെ ഫോണ് കുത്തിച്ചില്ല. ഫോണില്ലെങ്കിൽ നിങ്ങൾ ചേർക്കൊണ്ടിരിക്കോ? ശീല വേണ്ടാത്ത ശീലങ്ങളൊന്നും ശീലാക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് ചോദിക്കാം.
വെച്ചാൽ ഞാൻ കിട്ടണം ഒരു ശീലമാവും അതിനെ കിട്ടണം എന്ന് തോന്നി ശീലിക്കാണ് ഇതാണ് പറയാം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി അവർ അപ്പോൾ ഒരു ജൂതൻ കണ്ടു. അങ്ങനെ ആ ജൂതൻ ഓടി വരികയാണ്. നബിയുടെയും സുദ്ദീഖിന്റെ അടുത്തെത്തിയപ്പോൾ കുതിരയുടെ കാല് ഭൂമിയിലേക്ക് കണ്ടുപോയി. ജൂതൻ കുതിരപ്പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, മുഹമ്മദിനെ രക്ഷിക്കാനാണ്. നബി നമ്മൾ മുകളിൽ തിരിച്ചു. എന്നിട്ട് കുതിരയെ തട്ടി അതിനെ എഴുന്നേൽപ്പിച്ച് ഇവനെ മടക്കി വിടുകയാണ് ഈ ജൂതനെ. കുറച്ചിങ്ങനെ വന്നപ്പോൾ അവൻ ആലോചിച്ചു, 100 ഒട്ടത് എന്തിനാപ്പോൾ വെറുതെ കഴിഞ്ഞു, കുതിരക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, തട്ടി വെക്കി കാലിനൊക്കെ കുഴപ്പമൊന്നുമില്ലാന്ന് മനസ്സിലാക്കാൻ അങ്ങനെ തന്നെ പോവാണ്. ഇതേപോലത്തെ ഒരു സംഭവം ഈസാ നബിനെ പെട്ടിയിലാക്കുമ്പോൾ ഉണ്ടായിട്ടുണ്ട്. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ വഹീ പ്രകാരം എന്ന് പറയാം. അന്നത്തെ വഹീ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കളല്ലാത്തവർക്കുള്ള വഹീന് ഇൽഹാം എന്നാണ് പറയാം. ഇൽഹാം എന്ന് പറഞ്ഞാൽ തോന്നേണ്ട സമയത്ത് തോന്നുന്നതിനാണ് ഇൽഹാം എന്ന് പറയാം. ഈസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഉമ്മക്ക് ഇൽഹാം ഉണ്ടായതിനാൽ പെട്ടി ഉണ്ടാക്കി കയ്യിലാക്കുകയാണ്. അപ്പോൾ ഒരു ആശയത്തെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു കുട്ടി ഉണ്ടായിട്ടുണ്ട്, ആൺകുട്ടിയാണ്, രാജാവ് അറിഞ്ഞാൽ കൊല്ലും, അതുകൊണ്ട് നൈൽ നദിയിൽ ഒഴുക്കി വിടാൻ വേണ്ടി ഒരു പെട്ടി ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞു. അത് പറഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പമില്ല, ശ്വാസം കിട്ടൂല, അതുകൊണ്ടാണ് പറയണത്. അപ്പം ഈ കുട്ടിക്ക് അതിൽ കടന്നാൽ ശ്വാസം കിട്ടണമല്ലോ, അതുകൊണ്ട് ഇയാളോട് വല്ല പറഞ്ഞു. അതിനത്ര പൈസ തരാം, ആരോടും പറയരുത്. അങ്ങനെ പൈസ കണക്കാക്കി ഒരു പെട്ടിയൊക്കെ ഉണ്ടാക്കി ശ്വാസം പോകാനുള്ള ഓട്ടയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി കൊടുത്ത് പൈസ വാങ്ങി പോകുമ്പോൾ അയാൾക്ക് തോന്നി, ഇതുപോലെ രാജാവിനോട് പോയി പറഞ്ഞാൽ കിട്ടാളതായി കിട്ടുകയും ചെയ്തു, രാജാവിൻ്റെ അത് വേറെയും കിട്ടും, പോയി പറയാം. രാജകൊട്ടാരത്തിലെത്തി ഇങ്ങനെ നോക്കുമ്പോൾ പാറാവുകയാണ്. അവരോട് പറഞ്ഞു, ഒരു വളരെ പ്രധാനപ്പെട്ട എമർജൻസി ആയിട്ടൊരു കാര്യം രാജാവിനെ അറിയിക്കാണ്ട് ഒരു സംഭവം തരണമെന്ന് പറഞ്ഞു. രാജാവിനോട് കൊട്ടാരക്കാർ എന്ന് പറഞ്ഞു, ഒരാൾ വന്നിട്ടുണ്ട്, വളരെ അത്യാവശ്യമായ ഒരു കാര്യം പറയാനാണ്, കടത്തി വിടട്ടെ വെച്ചു. ആ ഉട്ടോളിയാണ് ചെന്നു പോയി ചെന്നയക്കുന്നുണ്ടാവില്ല, ആംഗ്യം മാത്രമേ ഉള്ളൂ. രാജാവിന് മനസ്സിലായില്ല. ആരാ പിറാന്തന്മാരൊക്കെ കടത്തി വിട്ടതെന്ന് ചോദിച്ച് പാറാവേറെ ജോലി മുഴുവൻ പോയി. പാറാവിന് പോയാൽ പോവുകയാണ്. വേറെ പാറാവേറെ വെച്ചു. അപ്പം പേരേക്ക് ഇങ്ങനെ പോകുമ്പോൾ രണ്ടാമത് ഞാൻ ആലോചിച്ചു, എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ വർത്താനം പറയാനേ. ആ ചെന്ന് പറഞ്ഞാലേ നല്ല സമ്മാനം കിട്ടും, ഒന്നുകൂടി പൊളിക്കാറോ രണ്ടാമതും വരിക. വീണ്ടും കൊട്ടാരത്തിലെ രാജാവിൻ്റെ അടുത്ത് മുന്നോട്ട് ഉണ്ടാവില്ല. ഞാൻ മുന്നോട്ട് വന്നു, ഇതേമാതിരി ചെന്നായി മുന്നോട്ട് വന്നു. 3 വട്ടവും കുതിരയുടെ കാല് താന്നു പോയപ്പോൾ ഇന്ന് എന്നെ വെറുതെ വിടില്ല എന്നല്ല, നീപ്പിച്ചിങ്ങനെ തിരിച്ചു പറഞ്ഞേക്കുന്ന റഹ്മത്തിൻ്റെ മനുഷ്യരൂപം, അതാണ് മുഹമ്മദ് നബി. നമ്മൾ എന്തുണ്ടായാലും പകരം എന്ത് സംഗതിയാണെങ്കിലും പ്രതികാരം തീർക്കാൻ അത് ജനറൽ ബോഡി എന്നിട്ട് കാണിച്ചു കൊടുക്കാനാണ് ഞങ്ങളുടെ പരിപാടി. അതായത് നമ്മുടെ എല്ലാ അധികാരങ്ങളും അവകാശങ്ങളും എല്ലാം പകരം വീട്ടലിന് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 5 കൊല്ലം കൈകണ്ടിട്ട് വേണം നമുക്ക് കാണിച്ചു കൊടുക്കാനെന്ന്. അങ്ങനെ എല്ലാ കാര്യങ്ങളും പ്രതികാരങ്ങളാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സ് മുഖ്യവാക്കുണ്ടാകുന്നതാണ്. അതാണ് ശരിക്കും കാണുന്നത്. 3 പ്രാവശ്യവും ആ മനുഷ്യൻ വളരെ നല്ല നിലയിൽ തിരിച്ചു പോകുന്നു. 3-ാം പ്രാവശ്യം അയാൾ തീരുമാനിച്ചു, ഇതിന് മെനക്കെടണ്ട, ഇതിന് മെനക്കെണ്ടാൻ തീരുമാനിച്ചു. അങ്ങനെ സുദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഇങ്ങനെ യാത്ര ചെയ്യുന്നു. ഒരു വാഹനമാണുള്ളത്. അല്പസമയം നബി തങ്ങൾ വാഹനം പുറത്തിരിക്കുന്നു, സുദ്ദീഖ് റളിയല്ലാഹു നടക്കുന്നു. പിന്നീട് സുദ്ദീഖ് റളിയല്ലാഹു ഇരിക്കുമ്പോൾ നബി തങ്ങൾ നടക്കുന്നു. മദീനക്കാർ വിവരമറിഞ്ഞു. മദീനക്കാരും മക്കക്കാരും തമ്മിൽ അടിസ്ഥാനപരമായ വ്യത്യാസമുണ്ട്. മദീനക്കാര് സാറാ ബീവിയുടെ മക്കളും മക്കക്കാര് ഹാജറ ബീവിയുടെ മക്കളുമാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ 2ാം ഭാര്യയാണ് ഹാജറ ബീവി. അതിലുള്ള മക്കളാണ് മക്കക്കാർ. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആദ്യ ഭാര്യയാണ് സാറാ ബീവി. അതിലുള്ള മക്കളാണ് മദീനക്കാർ. പലസ്തീനികളും അവർ തന്നെയാണ്. മക്കക്കാരല്ലാത്ത ബാക്കിയുള്ളവരൊക്കെ സാറാ ബീവിയുടെ മക്കളാണ്. സാറാ
പ്രശ്നമൊന്നുമില്ല, നല്ല സൗഹൃദത്തിലാണ്. സാറാ ബീവിയുടെ മകനായ ഇസ്ഹാഖ് നബിയും ഹാജറ ബീവിയുടെ മകനായ ഇസ്മായിൽ നബിയും തമ്മിൽ പ്രശ്നമൊന്നുമില്ല. അതേ സമയത്ത് പേരക്കുട്ടികൾ തമ്മിൽ പ്രശ്നമില്ലെങ്കിലും അങ്ങനെ ഉണ്ട്. അത് മക്കൾക്കാരും മദീനക്കാരും തമ്മിലുണ്ട്. മദീനക്കാര് ജാഹിലിയ്യ കാലഘട്ടത്തിൽ തന്നെ മക്കയിൽ വരും, കഅബ സന്ദർശിക്കും, സഫാ മർവയുടെ ഇടയ്ക്ക് പോകില്ല. കാരണം സഫാ മർവയുടെ ഇടയിലുള്ള പ്രത്യേകത ഹാജറ ബീവിക്ക് ബന്ധപ്പെട്ടതാണ്, അങ്ങോട്ട് പോകില്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വലിയ നാട്ടിൽ അറുത്തു, അത് ശരിയാണ്. അറുത്തത് ഇബ്രാഹിം നബിയാണ്, അറുക്കപ്പെട്ടത് ഇസ്മായിലാണ് സംഭവിക്കുക. അത് ഇസ്ഹാഖാണെന്ന് പറയാൻ അവർ ശ്രമിക്കും. പക്ഷെ 13 കൊല്ലത്തിന്റെ വ്യത്യാസം നമുക്ക് ഇടങ്ങാറായിട്ട് നിൽക്കണം. ഇപ്പോഴും ആ നൃത്തം അങ്ങനെ നിൽക്കണം. 2 കൊല്ലത്തിന്റെ വ്യത്യാസമുണ്ട്. അതിൻ്റെ പുറമെ ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം മക്കയിൽ തീരെ വന്നിട്ടില്ല, അറക്കൽ നടന്നത് മക്കത്താണ്, ഇടങ്ങാറായി നിൽക്കുകയാണ്. എന്താ കാട്ടിച്ചിട്ട് എന്നാലും ഇസ്മായിൽ നബിയെ സമ്മതിക്കുന്നത്, കാരണം അവർക്ക് ഹാജറ ബീവിയുടെ മക്കളാണ്, മദീനക്കാർ സാറാ ബീവിയുടെ മക്കളാണ്. അതുകൊണ്ട് തന്നെ മക്കക്കാരിൽ നിന്ന് നല്ലതല്ലാത്ത അനുഭവം ഉണ്ടായാണ് നബിതങ്ങൾ മദീനയിലേക്ക് വരുന്നത്. അതിനാൽ മദീനയിലെ മുസ്ലിങ്ങൾ മാത്രമല്ല സ്വീകരിക്കാൻ തയ്യാറായത്, ജൂതന്മാരുമുണ്ട്. അതാണ് മദീനയിലെ ജൂതന്മാരും സ്വീകരിക്കാൻ തയ്യാറായതിന്റെ പിന്നിലെ രഹസ്യം. മുസ്ലിങ്ങൾ ഏതായാലും റെഡിയാണ്, പക്ഷെ മദീനയിലെ മുസ്ലിങ്ങൾ വളരെ കുറവാണ്. ജൂതന്മാരാണ് കൂടുതലുള്ളത്. അവർ സ്വീകരിക്കാൻ തയ്യാറായതിന്റെ പിന്നിലെ രഹസ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വരുന്നു. മദീനക്കാരും മക്കക്കാരും തമ്മിൽ നാടൻ മലയാളത്തിൽ പറഞ്ഞാൽ ചക്കൊളുത്തി പോരുണ്ട് എന്നത് കൊണ്ടുകൂടിയാണ് ജൂതന്മാർ സ്വീകരിക്കാൻ തയ്യാറായത്. എല്ലാ ദിവസവും ഇന്ന് നബിതങ്ങൾ വരുമെന്ന് കരുതിയിട്ട് അവരിങ്ങനെ കാത്തു നിൽക്കും. പക്ഷേ നബിതങ്ങൾ വരുന്നില്ല. ഒരു ദിവസം വെയിൽ ചൂടായ സമയത്ത് എല്ലാവരും അല്പമൊന്ന് വിശ്രമിക്കാൻ വേണ്ടി വീട്ടിലേക്ക് പോയപ്പോ മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹും വരുന്നത് കണ്ടു. ഒരു ജൂതനായ മനുഷ്യൻ ഈത്തപ്പനയുടെ മുകളിൽ കയറി ഈത്തപ്പഴം അറുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടത്. അയാൾ ഉറക്കെ വിളിച്ചു പറഞ്ഞു, സന്തോഷമേ സന്തോഷം, നമ്മൾ ഇതുവരെ കാത്തിരുന്ന അവസാന പ്രവാചകൻ വരുന്നുണ്ട്. മക്കക്കാരെല്ലാവരും വന്നു, മദീനക്കാരെല്ലാവരും വന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവർ പാട്ടുപാടി സ്വീകരിച്ചു. സ്വീകരിക്കലും പാട്ടുപാടി സ്വീകരിക്കലും രണ്ടാണ്. സ്വീകരിക്കൽ വേറെ, പാട്ട് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സാധനമാണ്. അഥവാ മാനസികമായി സ്വീകരിച്ചു എന്നതിന്റെ തെളിവാണ് പാട്ടുപാടി സ്വീകരിച്ചു എന്നത്. തലയിൽ ബദൽ പാടിയിട്ട് അവർ സ്വീകരിച്ചു. മദീനക്കാർക്കുണ്ടായ എല്ലാ നേട്ടവും അതുകൊണ്ടാണ്. മക്കം ഫത്ഹായി ഇസ്ലാമി ഹിജ്റ കഴിഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ താമസിച്ചു. മക്ക ഇസ്ലാമിന് ഫത്ഹായി ലഭിച്ചു. മക്കത്തെ കഅബ ശരീഫ് കഴുകി വൃത്തിയാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 റക്അത്ത് നിസ്കരിച്ചു. വിശ്രമിക്കാൻ വേണ്ടി ഇരുന്നപ്പോൾ മദീനക്കാർ കയറി. അപ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനക്കാരോട് ചോദിച്ചു, മക്ക ഫത്ഹായതിനാൽ ഞാൻ മദീനയിലേക്ക് പോരുകയില്ല എന്ന് കരുതിയാണോ നിങ്ങൾ കരയുന്നത്? അവർ പറഞ്ഞു, അതേ നബിയേ, നിങ്ങൾ മദീനയിലേക്ക് പോന്നില്ലെങ്കിലോ എന്ന് കരുതിയാണ് ഞങ്ങൾ കരയുന്നത്. ആ സമയത്ത് മുസ്തഫ നബി തങ്ങൾ പറഞ്ഞു, ലൗലൽ ഹിജ്റതു ലകുന്തു മിനൽ അൻസാർ. ലൗലൽ ഹിജ്റതു, ഹിജ്റ ഇല്ലായിരുന്നുവെങ്കിൽ ലകുന്തു മിനൽ അൻസാർ, ഞാൻ മദീനക്കാരൻ തന്നെയായിരുന്നു. മുത്തനബിയുടെ മണ്ണ് മദീനയുടെ മണ്ണാണ്. പിന്നെന്തേ മക്കയിൽ വരാനുണ്ടായ കാരണം? മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള ഹിജ്റ എന്ന ഒരു സംഭവം മുത്തനബിയുടെ ആ ജീവിതത്തിൽ അള്ളാഹു കണക്കാക്കിയതിനാൽ മക്കയിൽ വന്ന് മദീനയിലേക്ക് പോയി അങ്ങനെ പഠിക്കുമ്പോൾ ഒറിജിനലായി മദീനക്കാരനാണ്.
മദീനയുടെ മണ്ണാണ്. അതുകൊണ്ട് തന്നെ മദീനയുടെ സ്വഭാവവുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം. മക്കക്കാരുടെ സ്വഭാവമായിരുന്നില്ല, മദീനക്കാരുടെ സ്വഭാവമാണ് നബി തങ്ങൾക്കുണ്ടായിരുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാപ്പ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു മദീനയിൽ വെച്ചാണ് വഫാത്താകുന്നത്. നമ്മൾ മദീനയിലെ റൗള ശരീഫിന്റെ അടുത്ത് ഇങ്ങനെ കയറുമ്പോൾ ബാബുസലാമിലൂടെയുള്ള കയറുക. ആ ബാബുസലാമിന്റെ തൊട്ടടുത്തായിരുന്നു എത്രേ നബി തങ്ങളുടെ പിതാവ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബറുണ്ടായിരുന്നത്. ഇപ്പൊ കാണില്ല, കുബ്ബയൊക്കെ ഉണ്ടായിരുന്നു എന്നാണ്. അതിന്റെ മേലെ കുബ്ബയൊക്കെ ഉണ്ടായിരുന്നു എത്ര ചരിത്രത്തിൽ അങ്ങനെയുണ്ട്. കുബ്ബയില്ല, ഒന്നുമില്ല. അടയാളം ഉണ്ടായിരിക്കാം എന്ന് പറയപ്പെടുന്നു. അടയാളങ്ങൾ ബാക്കി വെക്കാറുണ്ട്, മുഴുവനായും അടയാളം കളയാറില്ല എന്നാണ്. എന്തായാലും നമ്മൾ കാണുന്നതനുസരിച്ച് അവിടെ മാർക്കുകൾ മാത്രമേ കാണുന്നുള്ളൂ, എന്തെങ്കിലും ഉണ്ടോയെന്ന് അറിയില്ല. അടയാളങ്ങൾക്ക് ബാക്കി വെക്കാറുണ്ടെന്നാണ്. അങ്ങനെയാണ് നമ്മളിങ്ങനെ ബാബുസലാമക്കൂടെ ഇങ്ങനെ കടന്നാൽ, ബാബുസലാമക്കൂടെ റൗദയിലേക്ക് സലാം പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കടന്നാൽ ഒരു 3 മീറ്റർ അല്ലെങ്കിൽ ഒരു 4 മീറ്റർ മുന്നോട്ട് പോയാൽ വലത് സൈഡിൽ ഏകദേശം ഒരു 6 അടി ഉയരത്തിലേക്ക് നോക്കിയാൽ ടൈൽസ് ഇട്ട ചുമരിൽ ഒരടി സമചതുരത്തിൽ ഒരു ടൈൽസ് ഇടാത്തൊരു ഭാഗം കാണും. അവിടെ ചോർന്ന പൈൻ്റ് അടിച്ചിട്ടുണ്ട്. നമ്മൾ നോക്കിയാൽ നമുക്ക് ഒരു ഓടുംപൊട്ട് ചെരിച്ചമായി തോന്നും. ഓടുംപൊട്ട് ഏതായാലും അവിടെ ഇല്ല, എന്നാലും നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു സാധനം, ഒരു ഓടുംപൊട്ട് ചെരിച്ചമായിട്ട് ചോർന്ന പൈൻ്റ് അടിച്ചിട്ടുണ്ട് സംഗതി ഒരടി സമചതുരത്തിൽ ഇങ്ങനെ കാണും. എന്താ സംഭവം? ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് പോകുമ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ മുകൾ ഭാഗത്ത് നിന്ന് നബിന്റെ തലമക്ക് വെള്ളം ചാടി. വെള്ളം ചാടിയപ്പോൾ പള്ളികൾക്ക് പോകുന്ന ആൾക്കാരുടെ തലയിൽ കൂടെ വെള്ളം ചാടാതിരിക്കാൻ വേണ്ടി നബി തങ്ങൾ അവിടെ ഒരു പാത്തി വെള്ളം കുറച്ച് ഇപ്പുറത്തേക്ക് ചാടിക്കോട്ടെ എന്നിട്ടൊരു പാത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. മദീനയിൽ കുറേ പുരോഗതികളൊക്കെ വന്നു, വീടുകളൊക്കെ കുറേ നന്നായി, ഐശ്വര്യം ഉണ്ടായി, കച്ചവടങ്ങളൊക്കെ ഉഷാറായി, കുറേ പുരോഗതികൾ വന്നു. മദീനയിലെ പള്ളിയും മറ്റുമൊക്കെ ഇങ്ങനെ വിശാലമായി. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടം വന്നു, ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടം വന്നപ്പോൾ ആ പാർട്ടി അവിടെ തീരെ ആവശ്യമില്ലാതെ. അപ്പോൾ ഉമർ റളിയല്ലാഹുവിന് അബ്ബാസ് റളിയല്ലാഹുവിനോട് പറഞ്ഞു, നിങ്ങളെ പെരേന്ന് ആ വെള്ളം ചാടാൻ വേണ്ടി പണ്ട് നിന്ന് ആ പാർട്ടി മുട്ടിട്ട് കൊണ്ടുവന്നു. മുബരെടുത്തിട്ടില്ല, അതവിടെ തന്നെ 1-2 പറഞ്ഞു നോക്കി. മുബരം ചിരിച്ചു, എടുത്തിരുന്നില്ല. വലിയ ഉമർ റളിയല്ലാഹുവിന് പള്ളികൾക്ക് ഇങ്ങനെ പോകുമ്പോൾ ആ പാർട്ടി അവിടെ നിൽക്കുന്ന കണ്ടേക്കിനെ 2-3 പറഞ്ഞിട്ട് എടുത്തിട്ടില്ല. മുട്ടതും വലിച്ചിട്ട് ഇതും അബ്ബാസ് റളിയല്ലാഹുവിന് കണ്ടപ്പോൾ ഒന്നുകൂടി തിരിച്ചു. അതിനെന്തെങ്കിലും തിരിച്ചെന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, അതെ, ഇതിൻ്റെ പേരേന്ന് പള്ളികൾക്ക് കൊണ്ട് തലയിൽ വെള്ളമാവാതിരിക്കാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെച്ചൊരു പാർട്ടി എന്നാൽ അത് ഞാൻ എടുത്തിടാനെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഞാൻ കുമ്പിട്ട് നിന്നിട്ട് ഇതിൻ്റെ പുറത്ത് കയറിയാണ്. രാജാവാണ് അന്ന് റളിയല്ലാഹുവിൻ്റെ പുറത്ത് കയറിയാണ്. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹുവിനെ അല്ലെങ്കിൽ വേറെ ഇബ്നു അബ്ബാസിനെയാണ് അഭിപ്രായമുണ്ട്. എന്തായാലും 2-ൽ ഒരാളെ പുറത്ത് കയറ്റിയിട്ട് ആ പാർട്ടി അവിടെ തന്നെ വെപ്പിച്ച സ്ഥലം അടയാളപ്പെടുത്തുക. അപ്പൊ അടയാളങ്ങൾ ബാക്കിയാക്കാറുണ്ടെന്നാണ്. എന്നാലും ബാബുസലാമിലേക്ക് കിടക്കുന്നതിൻ്റെ അടുത്താണ് ആയിരുന്നു നബി തങ്ങളുടെ പിതാവ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയാൻ മടിയുണ്ടാവുന്നു. ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, ഈ ഗൾഫിലൊക്കെ പോയിട്ട് തഫ്തീർ തുടങ്ങാൻ പൈസയൊക്കെ കടം വാങ്ങിയാൽ പിന്നെ ഓരോ പേര് പറയുമ്പോൾ ചെറിയ മടി ഉണ്ടാവും. ഇപ്പം അങ്ങനെയൊന്നും അതെല്ലാം ഉണ്ടായിട്ടുണ്ടാവില്ല. അവിടെയും വേണ്ട, അലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആൾക്കാർക്ക് അങ്ങനെ മടി ഉണ്ടാകുന്ന കാര്യമൊന്നുമില്ല. അബ്ദുല്ലാഹ് റളിയല്ലാഹു എൻ്റെ ഖബർ അവിടെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന ഇങ്ങനെ ഇവരിങ്ങനെ സംശയം പ്രകടിപ്പിച്ചപ്പോൾ അൽ മുഹാജിറു മൻ സ്വാറത്തൽ ഹാജർ എന്നൊരു അസറിൽ വന്നിട്ടുണ്ട്. അതൊരു ഹദീസാണെന്ന് അഭിപ്രായമുണ്ട്. അൽ മുഹാജിറു മൻ സ്വാറത്തൽ ഹാജർ. മുഹാജിർ എന്ന് പറഞ്ഞാൽ ഹാജറിനെ പോലെ ആയവനാകുന്നു. ഹാജർ എന്നത് ഹാജറാബിയുടെ പേരാണ്. ഹാജറാബിയുടെ ഒറിജിനൽ പേര് ഹാജർ എന്നാണ്. അതിനെ നമ്മൾ മലയാളികൾ പറഞ്ഞപ്പോൾ ഹാജറ എന്നായതാണ്. നമ്മളൊക്കെ ഒന്ന് മലയാളത്തിലാക്കിയിട്ടാണല്ലോ പറയാം. അതിൽപ്പെട്ടതാണ്.
മുഹമ്മദ് എന്നുള്ള നമ്മൾ കുഞ്ഞാമ്പൂർ നടക്കും. അങ്ങനെ ചെറുതായിട്ടൊന്ന് മലയാളത്തിലാക്കുമ്പോൾ ഹാജറ എന്നായതാണ്. പേര് ഹാജർ എന്നാണ്, ഹാജർ. അപ്പൊ നമ്മൾ മലയാളത്തിൽ നമ്മൾ പറയുമ്പോൾ പറയാം ഹാജറ ബീവി റളിയല്ലാഹു അൻഹ. ഹാജറ ബീവിയെ പോലെ ആയവനാകുന്നു യഥാർത്ഥ മുഹാജിർ. അൽ മുഹാജിറു മൻ സാറ കൽ ഹാജർ. ഹാജറിനെ പോലെ ആയവനാണ് മുഹാജിർ. എന്താണ് ഹാജറിനെ പോലെ ആവുക എന്നാൽ? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ രണ്ടാം ഭാര്യയാണ് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ. ഹാജറ ബീവിയാണ് തവക്കുലിന്റെ മനുഷ്യരുടെ ഉദാഹരണം. തവക്കുലിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പക്ഷിയാണ്. തവക്കുലിന്റെ ഏറ്റവും വലിയ ഉദാഹരണം പക്ഷിയാണ്. യാസ്വലിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. തവക്കുലിന്റെ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒട്ടിയ വയറുമായി രാവിലെ പോവുകയും നിറഞ്ഞ വയറുമായി വൈകുന്നേരം മടങ്ങി വരികയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. മനുഷ്യരിലെ ഏറ്റവും പ്രധാനപ്പെട്ട തവക്കുലിന്റെ ഉദാഹരണമാണ് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ. ഹാജറ ബീവിയെയും ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെയും മക്കയിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മടങ്ങാണ്. കൊണ്ടുവന്നാക്കി മടങ്ങാന്നല്ല കേട്ടോ. ഇനി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈരി ദി സറഇൻ ഇൻദ ബൈതിക്കൽ മുഹറം. അസ്കന എന്ന് പറഞ്ഞാൽ താമസിപ്പിക്കുക. അതായത് കൂടാരം ഉണ്ടാക്കിയിട്ട് അതിൽ താമസിപ്പിച്ച് മടങ്ങുമ്പോൾ ഹാജറ ബീവി ചോദിച്ചു മലയാളത്തിൽ ഇങ്ങനെ, അല്ല മനസ്സ മലയാളത്തിലാകുമ്പോൾ അങ്ങനെ അതിലാവുമ്പോൾ പറയാം, അല്ല മനസ്സ ഇനി ഈ ചെറിയ കുട്ടിയും കൂടി ഇവിടെ ആക്കിയിട്ട് എവിടുന്നും കൂടി പോകണം മലയാളത്തിൽ. അതിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം തിരിഞ്ഞു നോക്കില്ല. കാരണം മറുപടി ഒന്നും പറയില്ല. എന്തൊക്കെ പറയില്ലല്ലോ. വീണ്ടും നടന്നു. രണ്ടാമത് ചോദിച്ചു, അല്ല ഇനി ഈ ചെറിയ കുട്ടിയും കൂടി ഇവിടെ ആക്കി നിങ്ങൾ എവിടേക്കും പോകണേ? തിരിഞ്ഞു നോക്കില്ല. മൂന്നാമത് ഒരു ക്ലൂ കൊടുത്തിട്ട് ചോദിച്ചു. അങ്ങനെ ഉണ്ടല്ലോ ചോദ്യം. അതായത് മദ്രസയിൽ കുട്ടികൾ പരീക്ഷയ്ക്ക് ചോദ്യപേപ്പർ ഉസ്താദെ ഈ നാലാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിക്കും. നാലാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിക്കാൻ ചോദ്യം കിട്ടായിട്ടില്ല. ഉത്തരത്തിൽ ക്ലൂ കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദ്യമാണ്. ശരിക്കും പരീക്ഷയ്ക്ക് ചോദ്യം വായിച്ചു കൊടുക്കാൻ പാടില്ല എന്നാണ് നിയമം. പരീക്ഷ എഴുതുന്ന കുട്ടിക്ക് ആ ചോദ്യം വായിക്കാൻ അറിയണം, അല്ലെങ്കിൽ പരീക്ഷ തോൽക്കും. അങ്ങനെയാണ് നിയമം. എന്നാലും നമ്മൾ വായിച്ചു കൊടുക്കും ചെയ്താലേ ഉറപ്പൊന്നും വേണ്ട. എന്തായാലും അത് ചോദിക്കണത് എന്തിനാണ്? ഉത്തരത്തിൽ ക്ലൂ കിട്ടുവാനാണ്. അപ്പോൾ ഹാജറ ബീവി മൂന്നാമത് ക്ലൂ കൊടുത്തു ചോദിച്ചു. എന്താ ക്ലൂ? അല്ലാഹു അമറക ബിഹാദാ. അല്ലാഹ് പറഞ്ഞിട്ടാണോ ഇങ്ങനെ കാട്ടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ക്ലൂ കിട്ടി. അപ്പൊ പറഞ്ഞു ഞാൻ അതെ അല്ലാഹു പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു ഇതല്ല അല്ലാഹു ഞങ്ങളെ വെറുതെ അറിയില്ല. ആ തവക്കുലിന്റെ ബൈ പ്രോഡക്റ്റ് ആണ് സംസം വെള്ളം. തവക്കുലിന്റെ ചീരിനിയാണ് യഥാർത്ഥത്തിൽ സംസം വെള്ളം. ഈ ഹാജറിനെ പോലെ ആയവനാണ് മുഹാജിർ എന്നാണ്. ഹാജറിന്റെ മനസ്സ് എന്ന് പറഞ്ഞാൽ തവക്കുലിന്റെ മനസ്സാണ്. മുഹാജിങ്ങൾ വിജയിച്ചത് അവിടെയാണല്ലോ. മുഹാജിങ്ങൾ വിജയിച്ചിട്ടുള്ളത് അവിടെയാണ്. മുഹാജിങ്ങളുടെ വിജയം പറയുമ്പോൾ ആദ്യ ഉദാഹരണം പറയാ ബഹുമാനപ്പെട്ട അബൂദർ അൻസാരി. അബൂദർ മുഹാജിങ്ങളുടെ ഉദാഹരണം പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഇസ്ലാമിക ലോകത്തെ ഏറ്റവും വലിയ കച്ചവടക്കാരനായി അറിയപ്പെട്ട ആളായി എന്തായാലും മക്കയിൽ നിന്ന് ധാരാളം സഹാബത്ത് കുറച്ച് വരും. മദീനയിലേക്ക് ഹിജ്റ വന്നു. ഹിജ്റ വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആദ്യം ചെയ്തത് മക്കത്തു നിന്ന് വന്ന ഓരോരുത്തരും മദീനത്തു നിന്ന് വന്ന ഓരോരുത്തരും പരസ്പരം ചങ്ങായിമാരാക്കി. നമ്മുടെ നാട്ടിലൊക്കെ ദർസിലെ കുട്ടികൾ വന്നാൽ ഓരോ ആൾക്കാരെ വിളിച്ചിട്ട് അവരെ മുത്താലിമെ കൊടുത്തായിരിക്കുമല്ലോ. അതേമാതിരി അങ്ങനെ ചോരക്കാരൊക്കെ പേരേക്ക് പോയാൽ പിന്നെ ചിലവരെത്ത ഉമ്മ ചിലവരെത്ത ഉപ്പ അങ്ങനെയൊക്കെ വിളിക്കുക. ഇതേമാതിരി മുഹാജിരിങ്ങളായ ആളുകളെ മുഹാജിരിങ്ങളായിട്ട് മക്കത്ത് വന്ന ആൾക്കാരെ അൻസാരികളായ ആളുകളുടെ വീട്ടിലേക്ക് ഓരോരുത്തരെ അല്ലാഹു തആല പറഞ്ഞയച്ചു. അങ്ങനെ എല്ലാവർക്കും ഓരോരുത്തരെ അങ്ങനെ കിട്ടി. അങ്ങനെ ഓരോരുത്തരും വീട്ടിൽ കൊണ്ടുപോയിട്ട് ഓരോ ആൾക്കാർക്ക് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അതിൽ ചില ആൾക്കാർ പിന്നെ
ഭക്ഷണം കൊടുത്തു, ചിലവർ താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തു. ചില ആൾക്കാർ ഭാര്യമാരിൽ നിന്ന് ഒരാളെ മൊഴി ചൊല്ലിച്ചിട്ട് അയാൾക്ക് കെട്ടിച്ചു തരാം എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള പല സംഭവങ്ങളും അതിലുണ്ടാകുകയാണ്. പക്ഷെ ഇവിടെയൊക്കെ മുഹാജിരികളായ ആളുകൾ സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ആ നിലപാടാണ് അവരെ പിന്നീട് വലിയ വലിയ ആൾക്കാരാക്കി മാറ്റുന്നത്. ചിലർ ഭക്ഷണം മാത്രം കഴിച്ചു, താമസിക്കാൻ പള്ളി തിരഞ്ഞെടുത്തു. ചിലർ ഭക്ഷണവും കഴിക്കാതെ സ്വത്ത് വീതിച്ചു കൊടുക്കാൻ തയ്യാറായി. എന്നാൽ അത് വേണ്ട, ഞങ്ങൾ കച്ചവടം ചെയ്തു കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ മുഹാജിരികൾ എന്ന് പറയുന്ന ആളുകൾ വലിയ വലിയ ആളുകളായി. 4 ഖലീഫമാരും മുഹാജിരികളാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്ന ആൾക്കാരാണ് 4 ആൾക്കാരാണ്. അങ്ങനെ അവർ വലിയ വലിയ, അപ്പോൾ അവരുടെ ആ മനസ്സാണ് ശരിക്കും ഹിജ്റയിലുള്ളത് തവക്കുലിന്റെ മനസ്സാണ്. അതാണ് ഹാജറ ബീവിയുടെ മനസ്സ് എന്ന് പറഞ്ഞത്. മാവ് സംസമിൽ എന്നാണ്. സംസം വെള്ളം എന്തിനു കുടിച്ചോ അതിനെല്ലാം പറ്റുന്നതാണെന്ന് അഷ്റഫുൽ വറാ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ഒരു സ്ത്രീയുടെ മനസ്സാണുള്ളത്, ഒരു സ്ത്രീയുടെ തവക്കുലിന്റെ മനസ്സാണ്. ചെറിയ ചെറിയ ചിന്തകളൊക്കെ മാറ്റിയാൽ നമുക്ക് വലിയ വലിയ ആൾക്കാരാൻ പറ്റും. ഞാൻ ചെറിയൊരു ആശയം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. അതായത് മനുഷ്യൻ വലുതാവുന്നത് വലിയ വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ 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 കാര്യങ്ങളൊക്കെ. സ്വർഗത്തിന് 8 വാതിലാണ്. സ്വർഗത്തിന് 8 വാതിലാണ്. മദീനത്തെ പള്ളിയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിന് 8 വാതിലാന്ന് വയത് പറഞ്ഞപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നീച്ചിട്ട് ചോദിച്ചു, നബി 8 കൂടി ആയിരിക്കും ചോദിച്ചു. അതിൽ ആ തുറക്കും ആർക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ 8 വാതിലുകൾ തുറന്നു വെച്ച് മാലാഖമാർ മത്സരിച്ച് മാടി വിളിക്കും. ഇവിടെ പോയി 8 കൂടി തുറന്നാൽ എന്താ ഉണ്ടാകുക? 8 കൂടി കയറുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 8 കൂടി തുറന്നു വിളിച്ചാൽ 8 കൂടി കയറും. അതുപോലെ 8 കൂടി പോരാൻ വേണ്ടി കയറാന്നുള്ളത് അവിടെ വരുമ്പോൾ കാണാനുള്ളതാണ്. ചില സാധനത്തിന് അങ്ങനെ ഉത്തരവുള്ളതാണ്. 8 കൂടി എങ്ങനെയാണ് കയറുക? ചിലത് ആലോചിച്ചാൽ മനസ്സിലാവില്ല, അതവിടെ വന്നതിന് ശേഷം മനസ്സിലാവുള്ളൂ. അങ്ങനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തായാലും 8 വാതിൽ തുറന്നു വെക്കുമെന്നാണ്. നമ്മളെ പള്ളിക്ക് ഹൗദ് കയറിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോർഡും ഒരു ഗുഹയുണ്ട്. അതുണ്ടാക്കി കഴിഞ്ഞിട്ട് 2 കൈയും കാണുന്ന ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ആ ഗുഹനെ നടത്തിയാൽ സ്വർഗത്തിന്റെ 8 വാതിലുകൾ തുറക്കപ്പെടുന്നതാണ് നബി വചനം എന്നതിൽ എഴുതിയിട്ടുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മഖാമിലേക്ക് ഒരാൾക്ക് എത്താൻ 1 ലക്ഷം വരണം. ചെറിയ ചെറിയ കാര്യങ്ങളെ കൊണ്ട് വലിയ തകർച്ച. നമ്മളല്ലെങ്കിൽ ഈ വന്നിരിക്കണേൽ ജുമാക്ക് പോകാത്ത ആരും ഉണ്ടാവില്ല. അമ്പലപ്പുറത്ത് വരില്ലല്ലോ, നിസ്കരിച്ചാത്ത ആരും ഈ വന്നേലും ഉണ്ടാവില്ല. പിന്നെ എന്താ നമുക്കുള്ള കുഴപ്പം? ചെറിയ ചെറിയ കാര്യങ്ങളിലുള്ള അശ്രദ്ധ നമ്മളെ കുഴപ്പം. അതുകൊണ്ട് ചെറിയ കാര്യങ്ങളിൽ വലിയ ശ്രദ്ധയുണ്ടാവണം. സബ്ർ, തവക്കുൽ ഞാൻ പറഞ്ഞു. സബ്ർ, അസ്സബ്റു ഇൻദ സദമത്തിൽ ഊല, വിപത്തുകൾ വരുന്നതിന്റെ ആദ്യഘട്ടത്തിലാണ് സബ്ർ ഉണ്ടാകേണ്ടത്. നമ്മളെ ബന്ധപ്പെട്ട ആരെങ്കിലും വാപ്പ മരിച്ചു, അല്ലാതെ ജീവിച്ചിരിക്കുന്ന നമ്മളെ വാപ്പ ദീർഘായുസ് കൊടുക്കട്ടെ, മരണപ്പെട്ടവരുടെ കബർ സ്വർഗ്ഗാക്കട്ടെ. വാപ്പ മരിച്ചു, അയാളൊക്കെ പറഞ്ഞിട്ട് നെഞ്ഞത്തടിച്ചങ്ങ് നിലവിളിച്ചിട്ട് അവസാനം പറയും ഞാൻ ക്ഷമിക്കുകയാണ്, അല്ലാതെ തോന്നട്ടെ. അതിൻ്റെ പേരുള്ള സബ്റ്. സബ്റ് എന്ന് പറഞ്ഞാൽ വിപത്തുകൾ, ബുദ്ധിമുട്ട് വരുന്നതിൻ്റെ ആദ്യഘട്ടത്തിൽ ഒരാൾ കാണിക്കുന്നതിനാണ് സബ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കണം എന്നല്ല പറഞ്ഞത്. ഇസ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. നിങ്ങൾ ക്ഷമിക്കുക. വസാബിറു, ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുക. വറാബിതു, നിങ്ങൾ ക്ഷമിക്കാൻ എപ്പോഴും തയ്യാറായി ഒരുങ്ങിയിരിക്കുക. വത്തഖുല്ലാഹ, പടച്ചവനെ പേടിക്കുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയിക്കുക. ക്ഷമക്ക് എപ്പോഴും റെഡിയായിട്ട് ഇങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ അശ്രദ്ധ കൊണ്ട് നമുക്ക് വലിയ വലിയ ദറജ. ചെറിയ കാര്യത്തിൽ പള്ളിയൊക്കെ നിസ്കരിക്കാൻ ചെല്ലുമ്പോൾ അവിടെ പില്ലറിന്റെ ചോട്ടിൽ പ്ലാസ്റ്റിക്കിന്റെ കൊട്ടയിൽ ഒരു തൊപ്പി ഇട്ടുണ്ടാവും. അതാണ് എടുത്തുകൊണ്ട് തലയിൽ കൊത്തിയാൽ ഒരു ജുമാ നിസ്കാരം 70 ജുമായിട്ട് കിട്ടും. തല മറിച്ച്
മാസമുള്ള ജുമാ നിസ്കാരത്തിന് 70 ജുമാന്റെ കൂലിയാണ്. സംഭവം തൊപ്പി കൊണ്ടോണ്ട ഔദങ്കാലത്ത് നിന്ന് കയറുന്നോടത്ത് ഫോണിന്റെ ചോട്ടിൽ പ്ലാസ്റ്റിക്കിന്റെ കൊട്ടയും ഇക്കിണയും വിൽക്കുന്നാണ്ട് ഒന്ന് തലയെ കൊത്തിയാലേ ഒറ്റ ജുമാ 70 ജുമാ. തലയെ കുറിച്ചാണ് ഹദീസ് ഉള്ളത്. എന്നാൽ കെട്ടിന്റെ ശ്രദ്ധതയുണ്ട് തൊപ്പിയിലെന്ന് ബിഹയത്ത് 3-ാം ഭാഗമിൽ പറയുന്നു. അപ്പൊ ഹദീസ് അറിയാൻ പറഞ്ഞിട്ടുള്ളത് പക്ഷെ തൊപ്പിക്ക് ആ പതിലുണ്ടെന്ന് വലിയ 3-ാം വാല്യത്തിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾ 3 കാര്യങ്ങൾ ഞാൻ ഇവിടെ സ്വീകരിക്കുക. ഇന്നത്തെ ഹിജറയുടെ സന്ദേശമായി 3 കാര്യങ്ങൾ സ്വീകരിക്കാം. 1, എല്ലാ കാര്യത്തിലും ബിസ്മില്ല. എല്ലാത്തിനും ബിസ്മില്ല. നമ്മുടെ ശീലം ഞാൻ പറയുമ്പോൾ തോന്നും ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നി. അത് CCTV നോക്കി അറിയാം അങ്ങനെ ഉണ്ടാകുന്ന കാര്യം. ഇത് പറയുമ്പോഴാണ് ഒരു കാര്യങ്ങൾ അത് ഞാൻ അങ്ങനെ തന്നെ സാധ്യം തോന്നും. ഇല്ല, ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമേ സാധ്യമുള്ളൂ, അല്ലാത്തവർക്ക് കഴിയില്ല. വെറുതെ തോന്നുന്നത്. ഞാൻ ഇന്നാൾ പറഞ്ഞു പിന്നെ വലത്ത് തന്നെ മുന്തിക്കണം. ഞാൻ പറഞ്ഞ 3 കാര്യങ്ങളിൽ പെട്ടതല്ല കേട്ടോ. 3 കാര്യങ്ങൾ വന്നത് 1 എല്ലാ കാര്യങ്ങൾക്കും ബിസ്മില്ലാഹ് തന്നെയാണ്. രണ്ടാമത്തെ കാര്യം വലത്ത് തന്നെ മുന്തിക്കുക. പിന്നെ പ്രത്യേകിച്ച് 4 കാര്യങ്ങൾക്ക് ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറയുമ്പോൾ തോന്നുന്നത് എന്താ വെച്ചാൽ നമ്മൾ നാളെ വന്നപ്പോൾ പടത്തിന് വന്നപ്പോൾ ഒരു ഉദാഹരണം പറയണ്ടേ. അതായത് നമ്മളൊരു കുട്ടീനെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇത് ചെറിയ കുട്ടിയാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഫോണാണെന്നാലും വിചാരിക്കുന്നത് കുഴപ്പമില്ലല്ലോ. ഇത് ചെറിയ കുട്ടിയാണെന്ന് വിചാരിക്കുക. ഈ ചെറിയ കുട്ടീനെ നമ്മൾ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടിയാണ്. ഇങ്ങനെയുള്ള കുട്ടികൾ എടുക്കും. ഇങ്ങനെ കുട്ടികൾ കുട്ടികളെ ചെറിയ കുട്ടികളെ ഇങ്ങനെ എടുക്കും. ഇങ്ങനെ എടുത്താൽ ഇതടുത്തേക്ക് ഈ കുട്ടിക്ക് എന്തായാലും ആദ്യം അടുത്ത മൊബൈൽ കൊടുക്കുക. ശ്രദ്ധിക്കുന്നവർക്ക് മാത്രമേ ഇതിൻ്റെ മാറ്റം കഴിയുള്ളൂ. കാരണം ഇങ്ങനെയാണ് ശീലം. ഇതിങ്ങനെ മാറ്റണമെങ്കിൽ ശ്രദ്ധിച്ചാലേ കഴിയുള്ളൂ. അതാണ് ശ്രദ്ധിക്കുള്ളവർക്ക് നടക്കുള്ളൂ എന്ന് പറഞ്ഞാൽ 3 കാര്യം ശ്രദ്ധിക്കാനാണ് പറയുന്നത്. 1, എല്ലാ കാര്യങ്ങൾക്കും ബിസ്മില്ല. എല്ലാ നല്ല കാര്യങ്ങൾക്കും ബിസ്മില്ല. രണ്ടാമത്തെ കാര്യം എല്ലാത്തിനും വലത്തേതിനെ മുന്തിക്കുക. പ്രത്യേകിച്ച് 4 കാര്യം: തിന്നുക, കുടിക്കുക, കൊടുക്കുക, വാങ്ങുക. 4 കാര്യം ബിസ്മില്ലയുടെ നല്ലതിനും ബിസ്മില്ല എല്ലാവരും. രണ്ടാമത് പറയുന്നത് 4 കാര്യങ്ങൾക്ക് പ്രധാനമായും വലത്തേതിനെ മുന്തിക്കുക. 1 തിന്നുക, 2 കുടിക്കുക, 3 കൊടുക്കുക, 4 വാങ്ങുക. അത് മീൻ കച്ചവടമാണ്. അപ്പം മീൻ കൊടുക്കുമ്പോൾ വലത്തേതിനോട് കൊടുക്കുക, അതിൻ്റെ പൈസ കൊടുക്കുമ്പോൾ വലത്തേതിനോട് കൊടുക്കുക, വലത്തേനോട് വാങ്ങുക. ബസ് KSRTC പൈസ കൊടുക്കുകയാണ്, വലത്തേനോട് കൊടുക്കുക. കണ്ടക്ടർ ബാക്കി തരാണ്, വലത്തേനോട് വാങ്ങുക. സാനിറ്ററി വിൽപ്പന നടത്തുകയാണ്, വലത്തേനോട് കൊടുക്കുക. പൈസ വാങ്ങുക, വലത്തേനോട് വാങ്ങുക. ബാക്കി കൊടുക്കുകയാണ്. കൊടുക്കുക, വാങ്ങുക, തിന്നുക, കുടിക്കുക. 4 കാര്യങ്ങൾക്ക് നിർബന്ധമായും വലത്തേത്. 3ാമത്തെ കാര്യം 2 പറഞ്ഞു. 3 കാര്യമാണ് പറഞ്ഞത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റിയത് നമുക്ക് ശ്രദ്ധിച്ചാൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്, ചെരുപ്പ് ധരിക്കുകയാണ്, വലത്തേതിനെ മുന്തിക്കുക. പാൻസ് ധരിക്കുകയാണ്, വലത്തേതിനെ മുന്തിക്കുക. വസ്ത്രം ധരിക്കുമ്പോൾ വലത്തേതിനെ മുന്തിക്കേണ്ടത്. അങ്ങനെയാണല്ലോ, ശ്രദ്ധിച്ചാലേ പറ്റുള്ളൂ. നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ ആദ്യം ഏതാ ധരിക്കുക? സാധാരണ ഗതിയിൽ ആദ്യം ചെരുപ്പിക്കേണ്ടത് വലത്തേ കാലത്താണ്. സാധാരണ ഗതിയിൽ ഒരു മനുഷ്യൻ ആദ്യം ഏതാണ്ടത് ചെരുപ്പാണ് ധരിക്കല്. വലത്തേ കാലം ആദ്യം ധരിക്കുമ്പോഴാണ് നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ പാൻ്റല്ലോ തുടങ്ങണത്. പാൻ്റാണ് തുടങ്ങുന്നത് എങ്കിൽ ശരിയില്ലാത്ത ആൾ വയ്ക്കാം. അപ്പം എന്ത് ചെയ്യേണ്ടി വരും? വലത്തേ കാലിൽ പാൻറ്റിൻ്റെ മനസ്സിലാവും. അപ്പം അങ്ങനെ അതാണ് ശ്രദ്ധിച്ചു വയ്ക്കാൻ നമുക്കുള്ളതെന്ന് വരാണ്ടായ കാരണം തന്നെ. ഇങ്ങനെ ഓരോ കാര്യങ്ങളും ആലോചിച്ച് നോക്കി ശ്രദ്ധിക്കും. നമ്മൾ വാഹനത്തിൽ കയറിയാണ്, വലത്തേ കാലം വെച്ച് കയറാം. വാഹനങ്ങളുടെ ഇന്ത്യയിലെ വാഹനങ്ങൾ ഡ്രൈവിംഗ് സീറ്റാണ്. ഡ്രൈവറാണ് ആദ്യം കയറാം. വണ്ടിയിൽ ആദ്യം ഡ്രൈവറാണ് കയറാം, പിന്നെ ബാക്കിയുള്ളവർ കയറുള്ളൂ. അപ്പം ആദ്യം കയറുന്നവൻ അയാളാണ്. അതുകൊണ്ട് തന്നെ അയാൾ വലത്തേ കാലം വെച്ചിട്ടാണ് ആദ്യം കയറുന്നത്. നമ്മളെ ഇന്ത്യയിലെ ഡ്രൈവിംഗ് സീറ്റ് ഒന്നും വലത്തേ കാലം വെച്ച് കയറാൻ പറ്റുന്നത് പോലെയല്ല. ശ്രദ്ധിച്ചവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ശ്രദ്ധിച്ചാലും മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതെന്താ പറഞ്ഞാൽ ഞാനത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇതിലൂടെ കേട്ട് ഇതിലൂടെ നമുക്ക് ഉണ്ടാവും. അതൊക്കെ വലത്തേനും 3ാമത്തെ പറഞ്ഞാൽ മതിയാണ്. 2 ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് ഇത് പറയേണ്ടി വന്നത്. സംഗതി ഓക്കെ അല്ല, ലേസാണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? പറഞ്ഞേ പറ്റുള്ളൂ. അത് ശ്രദ്ധിച്ചവർക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ എന്താ പിന്നെ വേണ്ടത്?
ഒന്നെങ്കിൽ സ്റ്റെപ്പുമ്പോൾ ചവിട്ടിയിട്ട് ആദ്യം വലത്തെ കാല് വെച്ച് കയറേണ്ടി വരും, അല്ലെങ്കിൽ ഇരുന്നിട്ട് കാലെടുത്തേക്കേണ്ടി വരും. ഏറ്റവും പ്രായോഗികമാകുക ആദ്യം ഇരിക്കുക, എന്നിട്ട് കാലെടുത്തിട്ട് വലത്തേത് വെക്കുക, പിന്നെ അടുത്തേത് വെക്കുക. അതാണ് പ്രായോഗികമാകുക. ശ്രദ്ധിക്കുന്നവർക്കേ പറ്റുള്ളൂ. അപ്പോൾ അതാണ് രണ്ടെണ്ണം. മൂന്നാമത്തെ കാര്യം, എല്ലാ നല്ല കാര്യത്തിനും ഒന്നുണ്ടാക്കുക, എല്ലാത്തിനും ഒന്നുണ്ടാക്കുക. അതായത് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, രാവിലെ ഓട്ടോറിക്ഷ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഒരു ഒന്നുണ്ടാക്കിയാണ് പോവുക. നിക്കാഹിന് പോകുമ്പോൾ ഒന്നുണ്ടാക്കിയാണ് പോവുക. കല്യാണത്തിന് പോകുമ്പോൾ ഒന്നുണ്ടാക്കിയാണ് പോവുക. മദ്യം പറയാൻ പോകുമ്പോൾ ഒന്നുണ്ടാക്കിയാണ് പോവുക. വീട് തുറക്കാൻ പോകുമ്പോൾ ഒന്നുണ്ടാക്കിയാണ് പോവുക. എല്ലാ കാര്യത്തിലും ഒന്നും ചെയ്യുക. അങ്ങനെ നമ്മൾ ചെയ്തു വരുമ്പോൾ ഒതുവിനെ ദാഹ്യമാക്കാൻ നമുക്ക് കഴിയും. എപ്പോഴും ഒതുണ്ടാകുക എന്നത് വലിയൊരു കാര്യമാണ്. ഒതു ദാഹ്യമാക്കുന്ന ആൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒതുവോടുകൂടെ മരിക്കാൻ കഴിയുമെന്നാണ്. ഉറങ്ങുന്നവന്റെ ഒതുവോട്ട് ഉറക്കത്തിൽ മുറിയുകയില്ല, ഉണർച്ചയിലാണ് മുറിയുന്നത്. ഉറങ്ങണ ആളോ എപ്പോഴാണ് മുറിയുന്നത്? ഉറക്കത്തിന് മുറിയില്ല, ഉറക്കത്തിൽ ഒന്നും മുറിയില്ല. ഉറക്കത്തിൽ കീഴായി പോയാലോ അവർക്കും തൊട്ടാലോ മുറിയില്ല. അയാളുടെ ഒതു മുറിയുന്നത് ഉണരുന്നതോടുകൂടെയാണ്. പിന്നെ ഉറക്കം ഉണ്ടാക്കണം. ഉണർന്നിട്ടില്ലെങ്കിലോ ഒതു വേണ്ട. നമ്മൾ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഒതുണ്ടായി കൊടുക്കൂലേ? മൂത്രം പോന്നാലും പിന്നെ ഒതുണ്ടാക്കണ്ടല്ലോ. എന്താ കാരണം? മുറിയില്ല, കാരണം ഉണരുന്നില്ല. ആണ് കാരണം. ഉറങ്ങുന്നവന്റെ ഒതുവ് ഉറക്കത്തിലെല്ലാം മുറിയുന്നത് ഉണർച്ചയാണ്. അതുകൊണ്ട് ഉറങ്ങുമ്പോൾ ഒതുണ്ടാക്കുന്നതാണ്. ഉറങ്ങിയാൽ അതിന് ആകൊരു പ്രശ്നം മാത്രം ഉണ്ടാവുക, ഈ ദാഹിമാക്കാൻ വേണ്ടി ചെയ്യുന്ന ഒതുവ് നാഫിസായ ഒതു ആയാലും വിരോധമില്ല. നിസ്കാരത്തിൻ്റെ ഒതു കാമിലായ ഒതുവായിരിക്കണം, അല്ലെങ്കിൽ ഖുശൂ ഉണ്ടാവില്ല. നിസ്കാരത്തിൽ ഖുശൂ കിട്ടാൻ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന് കാമിലായ ഒതു ഉണ്ടായിരിക്കണം, രണ്ട് ബാങ്ക് മുഴുവനായും ശ്രദ്ധിക്കണം. രണ്ട് കാര്യങ്ങളാണ്. അപ്പോൾ നിസ്കാരത്തിൽ കാമിലായ ഒതു ഉണ്ടായിരിക്കണം. അതേസമയത്ത് ദായിമാക്കുന്ന ഒതു കാമിലായ ഒതു ആവണമെന്നില്ല. മുഖം ഒരു പ്രാവശ്യം കഴുകി, കൈ ഓരോ പ്രാവശ്യം കഴുകി, തല ഒരു പ്രാവശ്യം തടഞ്ഞ്, കാല് ഒരു പ്രാവശ്യം കഴുകി, അങ്ങനെയും പറ്റും. അതുപോലെ നമുക്കിത് പറയാൻ എന്താ കാരണം വെച്ചാൽ, ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കിടക്കുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒതു മുറിയൂലേ എന്ന ഒരു സംശയം ഉണ്ടാവാം. അവിടെ ഉറങ്ങുമ്പോഴത്തോടും അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായം അനുസരിച്ചാക്കാം. അത് ജിമാഅ് ചെയ്താൽ മാത്രമേ മുറിയുള്ളൂ. അപ്പോൾ ഒന്ന് മൂത്രയിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് ഒതുണ്ടാക്കി കിടക്കുക. നിസ്കരിക്കാൻ അത് പറ്റില്ല. എന്തുകൊണ്ട്? നമ്മൾ ഷാഫി ഇമാമിന്റെ അഭിപ്രായം അനുസരിച്ചുള്ള നിസ്കാരമാണ്, അതിനാ ഒതു പറ്റില്ല. ഉറക്കത്തിൽ ഒതുണ്ടാകാൻ പറ്റും, അതിനെ ഒതു പറ്റും. അപ്പൊ അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായം അനുസരിച്ച് ഉള്ള ഒതു ആണ് എടുക്കേണ്ടത്. അതിൽ കാര്യത്തൊന്നും ശ്രദ്ധിക്കാതെ നമ്മൾ ഒതുമായി തന്നെയാണ്. തല ഒന്ന് മുഴുവൻ തടഞ്ഞാലും നല്ലതാണ്. പിന്നെ അബൂ ഹനീഫ ഇമാമിന് ഒതുണ്ടാക്കുമ്പോൾ ഔറത്ത് മറക്കണം എന്നൊരു അഭിപ്രായമുണ്ട്. ഒരു ഉണ്ടാക്കുമ്പോൾ മാത്രം അവർ ഇത് രണ്ടും പരിഗണിച്ചാൽ വളരെ ഉഷാറായി. ഇനി ഇല്ലെങ്കിലും അബൂ ഹനീഫ ഇമാമിന്റെ അഭിപ്രായത്തിൽ ഒന്നും ശരീരമൊക്കെ ചെയ്യും. അപ്പോൾ അബൂ ഹനീഫ ഇമാമിന്റെ ഒതുവാണ് എന്ന് വെച്ചാൽ സ്ത്രീകളെ ഭാര്യയെ തൊടുന്നത് കൊണ്ട് ഭാര്യയുടെയോ ഭർത്താവിൻ്റെതോ മുറിയില്ല, നിസ്കരിക്കാനത് പറ്റൂല, അങ്ങനെ മതി. ജിമാഅ് നടന്നാൽ അബൂ ഹനീഫ ഇമാം റളിയല്ലാഹുവിന്റെ അഭിപ്രായ പ്രകാരം ഒതു മുറിയും. അപ്പോൾ കഴുകി വൃത്തിയാക്കി ഒതു ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഉറങ്ങേണ്ടത്. അപ്പം ഉറക്കത്തിൽ ഒതുണ്ടാവും. അങ്ങനെ ദായിമുൽ ഒതു ആവാൻ ശ്രദ്ധിച്ചാൽ നടക്കും. ചെറിയൊരു പരിശ്രമം അതിന് ആവശ്യമുള്ളൂ. യാത്രയിലാണ് 15 റുപ്യക്ക് ഒരു കുപ്പി വെള്ളം വാങ്ങിയാൽ ഉണ്ടാക്കാനുള്ള വെള്ളം കിട്ടും. അപ്പൊ 5 റുപ്യ കൊണ്ട് ഒതുവോടെ മരിക്കാൻ കഴിയുമെങ്കിൽ നഷ്ടമൊന്നുമില്ല. യാത്രയിലാണ് നമുക്ക് പ്രയാസമല്ല. 15 റുപ്യക്ക് ഒരു കുപ്പി വെള്ളം വീടിന്ന് മേടിച്ചാൽ 3 ഉണ്ടാക്കാനുള്ള വെള്ളം ഉണ്ടാവും. ചെറിയ ഒതുണ്ടാക്കിയാൽ മതി. 3 ഉണ്ടാക്കാനുള്ള വെള്ളം വേണ്ട. ഒരു ഒതു ഉണ്ടായതുള്ളൂ എന്ന് വിചാരിച്ചോളൂ. നിങ്ങൾ സ്വകാര്യം പറയാൻ നിൽക്കണ്ട. ഒന്നേ ഉണ്ടായതുള്ളൂ എന്ന് വിചാരിച്ചോളൂ. എന്നാൽ പോലും 15 റുപ്യക്ക് ഒതുവോടുകൂടെ അസ്രായേൽ ഇസ്ലാം വരുന്നുണ്ടായി. എന്ത് ധൈര്യത്തിൽ നമ്മൾ പോകാൻ പറ്റണം? എന്ത് ധൈര്യം? ഒരു ഓതുണ്ടെങ്കിൽ ആ ധൈര്യത്തിലെങ്കിലും പോകാൻ പറ്റും. അസ്രായേൽ അസ്സലാമു അലൈക്കും പോകല്ലേ എന്ന് ചോദിച്ചാൽ സംഗതി പ്രശ്നം തന്നെയാണ്.
നമ്മളിപ്പോൾ നിലവിലുള്ള അവസ്ഥ എന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണേ. അടുത്ത കൊല്ലം ഈ നേരത്ത് വന്നുകൂടി അപ്പം ഞാൻ പോരാന്ന് പറയാൻ പറ്റിയ അവസ്ഥയിൽ പോലും അല്ല നമ്മളില്ലേ. അങ്ങനെ പറ്റുപറ്റില്ല എന്നുള്ളത് വേറെ കാര്യം. എന്നാലും സങ്കല്പിച്ച് നോക്കുക, അടുത്ത കൊല്ലം മഹാറാബൊക്കെ സെറ്റാവും, അപ്പോൾ വന്നുകൂടി പോരാ എന്ന് പറയാൻ നമ്മളെ കൂടി കഴിയും. ഒരു 10 കൊല്ലം കൊണ്ട് പറ്റുമോ? ഇല്ല. എന്നാലും ഒരു ഓത് നമ്മുടെ അടുത്തുണ്ടെങ്കിൽ അതൊരു ധൈര്യത്തിലെങ്കിലും ആയിക്കോട്ടെ, ഒന്നുമില്ലെങ്കിലും ഒരു ഒതുണ്ട് എന്നുള്ള ധൈര്യത്തിലെങ്കിലും എന്നാൽ പോവുക ആയിക്കോട്ടെ എന്ന് പറയാൻ വേണ്ടി പറ്റും. അതന്നെ ഏറ്റവും വലിയ ഗുണം. പിന്നെ ഒതുവോടുകൂടെ നമ്മളൊരു കാര്യം ചെയ്യുന്നതും ഒതുവില്ലാതൊരു കാര്യം ചെയ്യുന്നതും തമ്മിൽ വളരെ മാറ്റം ഉണ്ടാവും. ഒതുവോടുകൂടെ പ്രസംഗിക്കുന്നതും ഒതുവില്ലാതെ പ്രസംഗിക്കുന്നതും മാറ്റം ഉണ്ടാവും. ഒതുവോടുകൂടെ ദ്വാരക്കണതും ഒതുവില്ലാതെ ദ്വാരക്കണതും വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് ഒരു ഒതു എപ്പോഴും കൊണ്ടുനടക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാൽ അത് വലിയൊരു നേട്ടമായിരിക്കും. കഴിയാത്തവർ ഏറ്റവും ചുരുങ്ങിയത് എല്ലാ പ്രധാനപ്പെട്ട വിഷയം ചെയ്യുന്നതിന് മുന്നെങ്കിലും ഒതുണ്ടാക്കുക എന്നുള്ള ഒരു ശീലം ജീവിതത്തിൽ കൊണ്ടുവരണം എന്ന് 3 കാര്യങ്ങൾ നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിലേക്ക് ചേർക്കപ്പെട്ട ഹിജ്റ വർഷത്തിൻ്റെ 1-ാം മാസമായ മുഹറമിൽ ഒരുപാട് ചെറിയ ചിന്തകൾ നിങ്ങളുമായി ഞാൻ പങ്കുവച്ചിട്ടുണ്ട്. ഒക്കെ എനിക്കും നിങ്ങൾക്കും ജീവിതത്തിന് ശേഷം ഉപകാരമുള്ളതാവണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ തരട്ടെ. നമ്മളെല്ലാവരെയും അവൻ്റെ മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ അല്ലാഹു ചേർക്കട്ടെ. കുറേ ആൾക്കാർ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അർഹമറാഹിമായ റബ്ബേ, അവരെയും ഞങ്ങളെയും നീ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്, മുത്തഖീങ്ങളാക്കണേ അല്ലാഹ്, നിന്റെ സജ്ജനങ്ങളായ അടിയാറുകളിൽ ചേർക്കണേ അല്ലാഹ്. രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യാൻ കുറേ ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെയും അവരുടെയും രോഗങ്ങളെ ശിഫയാക്കണേ അല്ലാഹ്. മാരിലും ഔലാദിലും അസ്വാജിലും ബയൂത്തിലും ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനത്തെ നീ ഉയർച്ചയിലേക്ക് നയിക്കണേ അല്ലാഹ്. ഉസ്താദ് അവർക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനത്തെ സഹായിച്ചവരെ ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കണേ അല്ലാഹ്. എസ്കെഎസ്എസിന്റെ പ്രവർത്തകർക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. സമസ്തയുടെ പ്രവർത്തകർക്ക് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. ആദർശം കൈമുതലാക്കി മുന്നോട്ട് പോകാൻ അനുഗ്രഹിക്കണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന് ശക്തി നൽകണേ അല്ലാഹ്. സമസ്തയുടെ 100-ാം വാർഷികം വരുന്നുണ്ട്, വിജയിപ്പിക്കണേ അല്ലാഹ്. പ്രയാസങ്ങളെ തീർക്കണേ അല്ലാഹ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആശയാദർശങ്ങളിലേക്ക് എല്ലാവരെയും നീ അടുപ്പിക്കണേ അല്ലാഹ്. മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, മാലിലും ഔലാദിലും അസ്വാദിലും ബയൂത്തിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഇൽമിലും ആയുസ്സിലും ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നിലയിലെത്തിക്കുന്നതിന് വേണ്ടി അധ്വാനിച്ച ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരെയും സഹായിക്കണേ അല്ലാഹ്. കുറേ ആളുകൾ ഇവിടെ വന്നതിന് ശേഷം പ്രത്യേകം ദുആ ചെയ്യാൻ വസിയത്ത് ചെയ്തിട്ടുണ്ട്. നിനക്കറിയാം, അവരുടെ എല്ലാ കാര്യങ്ങളെയും സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഇങ്ങോട്ട് പോരുന്ന യാത്രാ മധ്യേ ഒരു സഹോദരൻ 4 മക്കളിൽ 3 മക്കളും അപസ്മാര രോഗം പിടിപെട്ട് മരണപ്പെട്ടു. 3ാമത്തെ കുട്ടിക്കും അപസ്മാരമാണെന്ന് പറഞ്ഞു നീ ശിഫ കൊടുക്കണേ അല്ലാഹ്. ഈ ദുആയിൽ നീ കബൂലാക്കണേ അല്ലാഹ്. ആ കുട്ടിക്ക് ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. രോഗശമനം നൽകണേ അല്ലാഹ്. ഒരുപാട് പ്രയാസങ്ങൾ ഞങ്ങളുടെ എല്ലാവരുടെയും കൽബിലുണ്ട്. എല്ലാ കാര്യങ്ങളിലും നീ ഞങ്ങൾക്ക് തുണയാകണേ അല്ലാഹ്. പല സന്ദർഭങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ, പല സ്ഥലങ്ങളിൽ വെച്ച് ധാരാളം ആളുകൾ ദുആയിൽ ഉൾപ്പെടുത്തണേ എന്ന് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ ഞങ്ങളുടെ ഈ ദുആയിൽ നീ ചേർക്കണേ അല്ലാഹ്. ബക്കറ്റിൽ ഒരുപാട് ആളുകൾ സംഭാവന നൽകിയിട്ടുണ്ട്. ബർക്കത്ത് നൽകണേ അല്ലാഹ്. കടങ്ങൾ വീട്ടിൽ സലാമത്താക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സഹോദരിമാർ കൂടിയുള്ള സദസ്സാണ്. കൽബിന്റെ മുറാദുകളെ ഹസിലാക്കണേ അല്ലാഹ്. ചെറുപ്പക്കാരികളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ അല്ലാഹ്. മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ്. മക്കളെ കൊണ്ട് കേൾക്കാൻ കഴിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കേണ്ടി വരുന്നതിനെ തൊട്ട് നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. വീട് പണി നടത്തുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, വേഗത്തിൽ പൂർത്തിയാക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ആവശ്യമായ സഹായം നൽകണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും സഹായിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ
ഇത്രയും കാര്യങ്ങൾ നിന്നോട്